ഹലോ ഗൈസ്, സുലാൻ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് രാഹുൽ. ഞാൻ ഉണ്ണി. ഞാൻ നമി. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് റയാനാണ്. ഹലോ റയാൻ. ഹലോ നമസ്കാരം. റയാൻ എവിടെ നിന്നാണ് വരുന്നത്? റയാൻ, അതിന്റെ വീട് എവിടെ? ഞാന് മണ്ണാർക്കാടാണ്, പാലക്കാട് ജില്ലയിൽ. അപ്പോ ഞങ്ങള് പണ്ട് മുതലുള്ള സുഹൃത്തുക്കളാണ്. അതെ. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് അല്ലെ അമൻ? നമുക്ക് ആരും മാറ്റി വെക്കാൻ സാധിക്കാത്ത ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളത് നമുക്ക് പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. സോറി. അപ്പോ സിനിമയാണ്, എല്ലാരും സിനിമ കാണുന്നവരാണ്, എന്നും സിനിമ കാണുന്നവരാണ്, സിനിമ ആസ്വദിക്കുന്നവരാണ്. അതെ, അങ്ങനെ നമ്മള് പലപ്പോഴായിട്ട് ചർച്ചകളും ചെയ്യുന്നതാണ് സിനിമകളെ പറ്റി. അതെ. അപ്പോ ഇപ്പത്തെ സിനിമ സാഹചര്യത്തെ പറ്റിയിട്ട് എന്താണ്? ഇപ്പോ ദിലീപിന് ഒരു പുതിയൊരു സിനിമ ഇറങ്ങി, പ്രിൻസ് ആൻഡ് ഫാമിലി. അതിനെ കുറിച്ച് എന്താണ് രാഹുൽ ബ്രോന്റെ അഭിപ്രായം? ഒരു ചോദ്യം ഇപ്പൊ ചോദിച്ചു. ഇല്ല, രാഹുൽ ബ്രോ കണ്ടിന്യൂ ചെയ്യും. രാഹുൽ ബ്രോ ഇങ്ങനെ ഉഷാറ് കളയില്ല രാഹുൽ ബ്രോ. നമ്മള് തുടക്കക്കാരായോണ്ടാണ് നമുക്ക് ഈ ഒരു തപ്പല് വരുന്നത്. ഇത് കെട്ടിയത് റെഡിയോ? ഇല്ല, കട്ടിയൊന്നും വേണ്ട. കട്ടിയൊന്നും വേണ്ട രാഹുൽ ബ്രോ. അത് ജനങ്ങൾ അത് സ്വീകരിക്കും. അത് തുടക്കത്തിന്റെ നമുക്ക് മനസ്സിലാവും. അതെ, ആ അമിക്കാര് പൊലിവിന്റെ ആണ്, ആരും മൈൻഡാക്കായിരുന്നത്. രാഹുൽ ബ്രോ കണ്ടിന്യൂ. പ്രിൻസ് ആൻഡ് ദി ഫാമിലി നല്ലൊരു സിനിമയാണ്, കുഴപ്പമില്ല. അതില് എനിക്ക് ദിലീപ് എന്ന് പറയാൻ വളരെ പ്രിയപ്പെട്ട ഒരു ആക്ടറാണ്. ഇപ്പോ ദിലീപിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. OTT ഇറങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ ഗുഡ് എന്നൊന്നും പറയില്ല. എന്നാൽ ദിലീപിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ദിലീപ് ഗുഡാണ്, ബട്ട് അതിലെ നടിക്ക് അത്ര ഗുഡായി തോന്നിയില്ല. നടിന്റെ കുറച്ച് സീൻ കാണുമ്പോൾ സീൻസ് ഒന്നും ഇല്ലാത്തതിന്റെ സങ്കടാണ്. അത് ചില ആരാധകർക്ക് അങ്ങനത്തെയും സീൻസ് വേണമെന്നുണ്ടല്ലോ, അഭിഷേക് ബ്രോ. പക്ഷെ അങ്ങനെയല്ല, നടി കുറച്ച് ഓവറാണ്. പുതുമുഖമാണ് തോന്നുന്നു. ആരാണ് നായിക? ഞാൻ ആ സിനിമയെ പറ്റി അധികം അപ്ഡേറ്റ്സ് കണ്ടില്ല, തിരക്കിലായിരുന്നു. കുഴപ്പമില്ല. അതൊരു മസ്റ്റ് വാച്ച് മൂവി അല്ല. എന്നാ ദിലീപിന്റെ കോമഡി സിനിമയാണോ? ഒരു കോമഡി, ഇമോഷണൽ, സോഷ്യൽ മെസ്സേജ് ആണ്, ഒരു കോമഡി എന്റർടൈനർ ആണ്. അത് ഏത് പ്ലാറ്റ്ഫോമിലാണല്ലോ ഇപ്പൊ? ഹിന്ദിയിലും ഉണ്ട്, മലയാളത്തിലും. നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്ത് അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ഒട്ടുമിക്ക എല്ലാരും ടെലിഗ്രാം ഗ്രൂപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സിനിമ കാണുന്നത്. അത് എന്തായാലും നമ്മളത് അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല. അതേപോലെ ഇപ്പോ ചിലവര് വെബ്സൈറ്റിൽ നിന്നും കാണുന്നുണ്ട്. നെറ്റ് മിറർ എന്ന് പറഞ്ഞ ഓരോരോ വെബ്സൈറ്റിലും കാണുന്നുണ്ട്. അവസ്ഥയാണെന്ന് വേണേ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ പ്രൊഡ്യൂസർമാർ ഇത്രയും കാശ് മുടക്കി ഒരു സിനിമ എടുക്കുമ്പോ അത് ശരിയല്ല, അത് അങ്ങനെ ചെയ്യണത്. ആരാണെങ്കിലും മുഖം നോക്കാതെ നമ്മൾ നടപടി എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സിനിമ കണ്ട നല്ല അഭിപ്രായം പറയുന്ന പോലെ തന്നെ എല്ലാവരും ഈ സിനിമ മാക്സിമം അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതെ. ഒരു ഫാമിലി ആയിട്ട് ഇപ്പോ എല്ലാവരുമായിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും നമ്മളിത് അപ്ലോഡ് ചെയ്യണവരെ മാത്രം പറഞ്ഞാൽ പോരാ, കാണുന്ന ആൾക്കാരെയും കൂടി പറയണം. കാണുന്ന ആൾക്കാരുടെ ഭാഗത്താണ് ആദ്യത്തെ തെറ്റ്. അത് അവര് ചെയ്യുന്നത് തെറ്റല്ല പറയുന്നത്, പക്ഷെ അവര് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഇത് നമ്മൾ കാണാൻ നിൽക്കേണ്ട കാര്യമില്ല. പോട്ടെ, നമ്മൾ കാണുന്നോണ്ടാണ് അവരത് ചെയ്യുന്നത്. അതെ. അവർക്ക് പ്രൊഡ്യൂസേഴ്സിന് എത്രത്തോളം നഷ്ടമാണ് ഇതുകൊണ്ട് വരുന്നതെന്നുള്ളതും കൂടി കാണുന്നവരതൊന്നും ചിന്തിക്കണില്ല. എന്റെ ഒരു ജെനുവിൻ റിവ്യൂ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നായിക വന്നിട്ടില്ല. രാഹുൽ ബ്രോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിന്റെ ഒരു കാര്യം, സെക്കൻഡ് ഹാഫിൽ ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് ഹാഫിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ ബ്രോ, അത് കഴിയട്ടെ. അതല്ല, ഇതാണ് അവനോട് പറഞ്ഞു, ഇങ്ങനെ ഇടപെടല്ലേ എന്നല്ലേ ഇപ്പൊ പറഞ്ഞു. ഒരാൾ സംസാരിച്ചു, നിങ്ങൾ തല്ലുകൂടല്ലേ. രാഹുൽ ബ്രോ സംസാരിക്കട്ടെ. അമി ബ്രോ ഒന്ന് മ്യൂട്ട് ആയിരിക്കും, ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാനാണ്, രാഹുൽ ബ്രോന്റെ ഒരു അഭിപ്രായം ചോദിക്കാനാണ്. പറയൂ. രാഹുൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു. ദിലീപിന്റെ പെർഫോമൻസ് ഒക്കെ അതേപോലെ വന്നുകൂടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പറയുമ്പോഴേക്കും അല്ല, ഒരു മിനിറ്റ്, ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോണ്ടിരിക്കല്ലേ മാത്രാണല്ലോ നടത്തണേ.
ഇല്ല അമി ബ്രോ പറയും, രാഹുൽ ബ്രോ അതിന് തക്കതായ മറുപടി പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. പറയൂ ഇപ്പോ പറയൂ തീർച്ചയായും രാഹുൽ ബ്രോ മിസ്റ്റർ മരുമകൻ എന്നൊരു സിനിമ കണ്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതിൽ ദിലീപ് മറ്റേ നടിയുടെ അച്ഛന്റെ പിറന്നാളിന് പോകുമ്പോ ആദ്യത്തെ നടി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ദിലീപ് ഒന്ന് ചൂടായിട്ട് ഒരു സംഭവം ചെയ്യണ്ടേ, ആ ഉടുക്കടി ഫ്ലവർ സാരി. പോട്ട്. ആ ഒരു ആങ്കർ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ദിലീപ് കാണിക്കുന്നുണ്ട്. ഒരു പ്ലേ ബട്ടൺ എനിക്ക് അങ്ങനത്തെ ഒരു ആങ്കർ ആയിട്ട് അത് തോന്നിയില്ല. പക്ഷെ അപ്പോ താങ്കൾ പറയുന്നത് ദിലീപിന്റെ അഭിനയം ആ ഒരു ലെവലിൽ നിന്ന് മാറി എന്നാണോ? അത് ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല അവൻ. അല്ല, കമ്പയർ ചെയ്യില്ല. അഭിനയത്തിന്റെ കാര്യം പറയുന്നത് രാഹുൽ ബ്രോ. ഇപ്പോൾ സൗണ്ട് തോമയിൽ അഭിനയിച്ച പോലെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. രാഹുൽ ബ്രോ അതല്ല, ചോദ്യമാണ് ചോദിച്ചത്. രണ്ടിനും ഒരേ ദേഷ്യം. ഇല്ല ഇതിന് തക്കതായ മറുപടി എനിക്ക് പറയാൻ സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അമി ബ്രോ ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ആങ്കർ നമുക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ അതിന് 10-30 നമുക്ക് അനേകം ടൈപ്പായിട്ട് അത് ചെയ്യാം. അതെ. ഷമ്മി തിലകൻ ഒരു ഇന്റർവ്യൂല് നമുക്ക് കാണിച്ചു തരുന്നത് മനോരമ ന്യൂസിന്റെ ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഒരു ഇപ്പൊ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയാണ് മമ്മൂട്ടി അഭിനയിക്കുക, ഒരേ വേഷാവും. അല്ലെങ്കിൽ അതെ ഇതാണെങ്കിൽ അവർ രണ്ടുപേരും ഓരോരുത്തർക്ക് മോഡുലേഷൻ ചെയ്യാൻ പറ്റും. ഓരോന്നിനും എല്ലാത്തിനും ഒരു അഭിനയമാണ് കാണിച്ചു വെക്കാന്നുള്ളത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അമി ബ്രോ ചോദിച്ചത് ഒരു റെലവന്റ് ചോദ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അത് മറ്റേത് മിസ്റ്റർ മരുമകൻ ഉള്ളത് ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു ദേഷ്യമാണ്. ഇതിലുള്ളത് ഒരു നിസ്സഹായതാവസ്ഥയും കൊണ്ടുള്ള ദേഷ്യമാണ്. ഒരു വെറുത്തു പോയതിന്റെ ഒരു ദേഷ്യമാണ്. അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദിലീപിന്റെ ആക്ടിങ് ഭയങ്കര പീക്ക് ലെവലിൽ നിൽക്കണല്ലേ, പീക്കിലേക്ക് എത്തിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദിലീപിന്റെ ആക്ടിങ് എവിടെയും പോയിട്ടില്ല. ദിലീപ് ചെയ്ത സിനിമകളാണെങ്കിൽ ദിലീപിന്റെ ആക്ടിങ്ങിനെ മോശമൊന്നും പറയാൻ ഉണ്ടായിട്ടില്ല. അതിപ്പോ മിസ്റ്റർ മരുമകൻ എന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നത് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് അമ്മനെ അങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് കാര്യാക്കാതിരുന്നാൽ മതി. അതെ ഓരോരുത്തർക്കും ഓരോരുത്തരായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് അവിടെ നിൽക്കട്ടെ. എന്താണ് വേറെ ഇനി വരാൻ പോകുന്ന മലയാള സിനിമകൾ ഏതൊക്കെയാണ്? ഇനി വരാൻ നമ്മൾ പ്രതീക്ഷയോടെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും മഹേഷ് നാരായണനും അതിന്റെ പോസ്റ്റർ ലീക്ക് ആയിരുന്നു, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. പാട്രിയോട്ട് എന്ന പേര് അവര് ശ്രീലങ്കൻ ടൂറിസംകാര് എന്തോ ലീക്ക് ചെയ്തു, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ശ്രീലങ്കയിൽ ലൊക്കേഷനിലാണ്. മലയാളത്തിലെ മികച്ചൊരു സിനിമയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഹേഷ് നാരായണന്റെ പടം ആയതുകൊണ്ട്. അല്ല, അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു പാട്രിയോട്ടിന്റെ? അതിന്റെ സുഷിൻ ശ്യാം ആയിരിക്കും തോന്നുന്നു. അറിയില്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല തോന്നുന്നു. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവര് പുറത്തു വിട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെ നമുക്ക് ടീച്ചറോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അപ്ഡേറ്റ്സ് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. ഒരു മച്ച് വെയിറ്റഡ് മൂവിയാണ് ബബ്ബ. എല്ലാവരും ബബ്ബ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതിന്റെ അധികം അപ്ഡേറ്റ്സ് ഒന്നും ആരും പുറത്തുവിട്ടിട്ട് കണ്ടില്ല. ജൂലൈ 4 ഒരു മേജർ അപ്ഡേറ്റ് വരുന്നുണ്ട്. ദിലീപിന്റെ ലക്കി ഡേ ആണ് ജൂലൈ 4. അപ്പോ അതെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും. പ്രധാന ക്യാമിയോ കൂലി വരുന്നുണ്ട്, അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ പുറത്ത്. കൂലി എന്നാണ് റിലീസ്? അടുത്ത മാസം തന്നെയാണ്. ഒക്ടോബറിലല്ലേ, ഓഗസ്റ്റിലാണോ? ജൂലൈയിലല്ലേ? എന്തായാലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ മറ്റൊരു ഘടകമാണ് രജനീകാന്തിന്റെ പ്രതിഫലത്തെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രതിഫലം 260 കോടിക്ക് മുകളിലാണ് രജനീകാന്ത് ആ സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെയല്ല 300 കോടി എന്തോ ബഡ്ജറ്റ്, 300 എത്ര കോടി ബഡ്ജറ്റിൽ 150 കോടി രജനിക്കും 50 കോടി ലോക്കേഷനും. അങ്ങനെയാണോ? അല്ല 250 കോടി. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അല്ല, എന്നാലും ഞാൻ ഒരു പേജ് പുറത്തിട്ട കണ്ടാണ് 250 കോടിക്ക് മുകളിലാണ് രജനീകാന്ത് പ്രതിഫലം വാങ്ങിയതെന്ന്. എന്തായാലും ഒഫീഷ്യലായിട്ട് അവരാരും സംസാരിച്ചിട്ടില്ല. അവർ പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നത് ഒരു പ്രതിഫലം, ഒരു താരത്തിന് പ്രതിഫലം അത് അവരുടെ മാനേജർമാർക്കും പ്രൊഡ്യൂസർമാർക്കും മാത്രം അറിയുന്നതാണ്. ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് കണക്കാണ്. അപ്പൊ അതിൽ കൂടുതലോ കുറവായിരിക്കാം. അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല.
അതെ അതെ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു പേജ് പുറത്തുവിട്ട് ഞാൻ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രാഹുൽ ബ്രോ വ്യക്തമായിട്ട് കേൾക്കേണ്ട ആവശ്യമുണ്ട് അവിടെ. എന്തായാലും വേറെ എന്തൊക്കെയാണ്? കൂലി ഒരു മികച്ചൊരു സിനിമ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ അതെ, ലോകേഷ് അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ലോകേഷ് കഴിഞ്ഞ ഒരു കൊല്ലമായി അതിന് പിന്നിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതേപോലെ നല്ലൊരു ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു തഗ്ലേ. അതിന്റെ ഒരു കാര്യം ഞാനും പോയി കണ്ടിരുന്നു. ഒരു മണിരത്നത്തിന്റെ ഒരു നമ്മള് മീമൊക്കെ കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് ശങ്കറാണോ ഡയറക്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അതുപോലത്തെ തന്നെയായിരുന്നു അത്. പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനും ഇന്ന് OTT അത് കാണാനിടയായി. മറ്റേ മഞ്ഞിൽ നിന്ന് വീണിട്ട് തിരിച്ചു വരുന്ന സീനൊക്കെ അതെ അതെ, സത്യം പറഞ്ഞ സങ്കടം. അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പരിതാപകരം. മണിരത്നത്തിന്റെ ആ ഒരു പേര് ആ സിനിമയിലൂടെ കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. റഹ്മാന്റെ ഒരു മ്യൂസിക് അതെ അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ത് റഹ്മാന്റെ മ്യൂസിക്കോ? അതെ, മ്യൂസിക് നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫത്തെ മ്യൂസിക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ തന്റെ പൊന്നിയിൻ സെൽവനും മറ്റു സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പാട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിന്റെ അത്ര എത്തിയില്ല. എന്നാൽ കൂടി റഹ്മാൻ തന്റെ ഇല്ലല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. റഹ്മാൻ തന്റെ ആ ഒരു പെർഫോമൻസ് അതിലും കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫിലത്തെ ബിജിഎംസും മ്യൂസിക് ഒക്കെ ഇഷ്ടമായി. എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതെ, ആ ടീസറിൽ പുറത്തുവിട്ടിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ലൊരു, അത് വളരെ ഇഷ്ടപ്പെട്ടു. അതെ അതെ, അത് മാത്രല്ല, അത് കമലഹാസന് നന്നായി യോജിക്കുന്നുണ്ട് അത്. പിന്നെ ഒരുപാട് മലയാള നടന്മാരുണ്ട് അതില്, നടന്മാരുണ്ട്. ജോജു ജോർജ്, ബാബുരാജിനെ കുറെ കാലത്തിന് നല്ലൊരു റോളിൽ കണ്ട പോലെ തോന്നി. യെസ്, അതെ അതെ, എല്ലാ കുറെ പേരുണ്ട്. പിന്നെ അഭിരാമി മലയാളത്തിൽ അഭിനയിച്ചതാണ്. കമലഹാസന്റെ ഭാര്യയായി അഭിനയിച്ച അഭിരാമി. അതെ അതെ, അതുപോലെ റോന്ത് ആരെങ്കിലും കണ്ടിരുന്നോ? ഷാഹി കബീറിന്റെ നല്ലൊരു പടം തന്നെയാണ്. എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നാളേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? എന്താണ്? നല്ലൊരു പടമാണ് റോന്ത്. ദിലീഷ് പോത്തനും റോഷനും എല്ലാരും നന്നായി അഭിനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു പടം തന്നെയാണ്. അതെ അതെ, നമുക്ക് ആ പടം കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോ നമുക്ക് പേടി തോന്നും നമ്മുടെ മനസ്സിൽ. അങ്ങനത്തെ ഒരു പടം. എന്തായാലും സ്പോയിൽ ചെയ്യില്ല, നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ അത് കാണും. അതേപോലെ നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ തന്നെ അറിയിക്കണാണ്. ഇന്നലെ ജനനായകന്റെ ഒരു മേജർ സാധനം വന്നിരുന്നു. അത് അണ്ണൻ പോലീസായിട്ടാണ് വരുന്നത്. അത് കണ്ടപ്പോ നമുക്കൊരു പ്രതീക്ഷ തോന്നുന്ന ഒരു സാധനം ഉണ്ട്. അതെ അതെ, ഞാൻ ഇന്ന് മെർസലിന്റെ റീ റിലീസിന് പോയിരുന്നു ഇവിടെ പാലക്കാട്. പാലക്കാട് വിജയിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു വികാരം തന്നെയാണ്. ഇപ്പോ ജനനായകനെ കുറിച്ച് പറഞ്ഞപ്പോ അതില് പോലീസ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. അണ്ണൻ എല്ലാരും രക്ഷിക്കാൻ വരും, ഈ സിനിമയിലും എല്ലാരും വന്നിട്ട് രക്ഷിക്കും, ഒരു രക്ഷിക്കൽ മൂവി ആയിരിക്കും എല്ലാവർക്കും തോന്നലുണ്ട്. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നല്ലൊരു പടം ഇങ്ങനെ അതിനെപ്പറ്റി പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു പടം വന്നാ പറയും, ഇതിലിപ്പോ എന്താ, രക്ഷിക്കാൻ വരും, വിജയ് രക്ഷിക്കാൻ വരും, സെയിം സ്റ്റോറി അതേപോലെ എല്ലാ പടത്തിലും ഇതേപോലെയാണല്ലോ എന്ന്. താങ്കൾ മാത്രമാണ് അങ്ങനെ പറയാറുള്ളൂ. എല്ലാരും ഒരു വിജയ് ഹേറ്റേഴ്സ് എല്ലാരും അങ്ങനെ തന്നെ പറയാം. അല്ല ബ്രോ, പടം പുറത്തു വരട്ടെ. അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിലെ ചർച്ചകളെ കുറിച്ച് ഞാൻ പറഞ്ഞു പറയാം ബ്രോ. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ ചർച്ചകളൊന്നും കാണുന്നില്ല. അത് ബ്രോന്റെ കുഴപ്പമാണ്. അമൻ ബ്രോ, ഒരു സിനിമ എപ്പോഴും ക്ലീശേ കഥകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതല്ലോ. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. നല്ല സിനിമകൾ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഞാൻ പറയാൻ വന്ന് പറഞ്ഞ, ഇങ്ങനെ വന്നാലും ഇത് വിജയിന്റെ ഒരു അവസാന മൂവിയാണ്. അപ്പൊ അതിനായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. വിജയ് അങ്ങനെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ബ്രോ. വ്യക്തമായ അടിസ്ഥാനമില്ലാത്ത പരാമർശങ്ങൾ അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറയാതിരിക്കാമി. സംസാരിക്കട്ടെ.
മമിത ബൈജു അടുത്തൊരു ഇനാഗുറേഷനിൽ അതെ 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 ഞാൻ ചോദിച്ചപ്പോൾ കണ്ടിരുന്നു അത്. ലാസ്റ്റ് മൂവി ആണെന്ന് ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ, അതെ, എന്താണ് ഇപ്പോൾ ഇലക്ഷന്റെ പല റിസൾട്ടിന് സ്ഥലത്തേക്കാണെങ്കിൽ അനുസരിച്ചിരിക്കും ഇതായിരിക്കും അടുത്ത തീരുമാനം എന്നാണ് വിജയണ്ണൻ പറഞ്ഞിരിക്കുന്നത്. വിജയണ്ണൻ പറഞ്ഞത്. അദ്ദേഹം വളരെ ഇമോഷണൽ ആയിരുന്നു എന്നും കൂടി അതെ അതെ, കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇലക്ഷനിൽ പക്ഷേ നമുക്കൊന്നും തോൽക്കുകയാണെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ വേറെ പറ്റില്ല. ഇലക്ഷൻ അതെ റയംബ്രോ പറഞ്ഞ ഇലക്ഷൻ തോൽക്കാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവായിരിക്കും. അതെ ഉണ്ടാവുകയല്ല, ചെയ്യും, എന്തായാലും ചെയ്യും. കാരണം അദ്ദേഹം അത് പറഞ്ഞതാണ്. ജയിച്ചാലും അദ്ദേഹത്തെ ചെയ്തേക്കാം. ആരാധിക്കുന്ന കുറെ വ്യക്തികൾ നമ്മുടെ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ആരാധകർ അതെ, ഇഷ്ടപ്പെടുന്നുണ്ട്. അയാൾക്ക് സിനിമ ഇല്ലാണ്ട് ആൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലായിരിക്കാം, ചിലപ്പോ അതെ അതെ. സാധിക്കില്ലായിരിക്കാം. വേറെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ഇപ്പോ ദുൽഖർ സൽമാൻ തഗ് അതെ ലൈഫ് അതെ, നിഹാസ് ഉപേക്ഷിച്ചിട്ടാണ് ഹിദായത്തിന്റെ സിനിമയാണോ? ഭാസ്കർ ജു. അതെ, തഗ് ലൈഫും അതെ അതെ, ഇന്ത്യൻ ടു മാറ്റിയിട്ട് സീതാരാമം ഏത് ടു? സീതാരാമം അല്ല ബ്രോ, സീതാരാമം അല്ല ബ്രോ, ലക്കി ഭാസ്കർ. ഇല്ലല്ല അല്ല, ഇന്ത്യൻ ടു കളഞ്ഞിട്ടാണ് സീതാരാമം ചെയ്തത്. റയംബ്രോ അതല്ല, തഗ് ഞാൻ ലൈഫ് തഗ് കഴിഞ്ഞിട്ടാണ് ലൈഫിന്റെ കാര്യമാണ് ബ്രോ പറഞ്ഞത്. നമ്മൾ തഗ് ലൈഫിന്റെ കാര്യല്ലേ പറയുന്നേ? അതല്ല ഇപ്പൊ ബ്രോ വേറെ തഗ് ലൈഫ് രാഹുൽ ബ്രോ രണ്ടും പറഞ്ഞു. തഗ് ലൈഫിന്റെ കാര്യം ഞാൻ തഗ് ലൈഫിന്റെ കാര്യം നിങ്ങളല്ലേ കൂട്ടിച്ചേർത്തത്. അപ്പൊ സീതാരാമും തഗ് ലൈഫും കളഞ്ഞിട്ടാണ് ദുൽഖർ അതെ, സീതാരാമൻ കളഞ്ഞിട്ടാണ് ദുൽഖർ ലക്കി ഭാസ്കർ ചെയ്തത്. അവൻ പറയുന്നു അങ്ങനെയാണ്. അതെ, ലക്കി ഭാസ്കർ കളഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോ ലക്കി ഭാസ്കർ കളഞ്ഞിട്ടാണ് ഇന്ത്യൻ ടു ചെയ്തത്. ഓക്കെ അതെ 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 ഓക്കെ അമൻ, ഓക്കെ അമൻ. ഇന്ത്യൻ ടു തഗ് ലൈഫും കളഞ്ഞിട്ടാണ്. അതെ അതെ, അമീൻ ബ്രോ അവിടെ സംസാരിക്കട്ടെ. പിന്നെ അമീൻ ബ്രോ. എന്തൊക്കെയാണ് രാഹുൽ ബ്രോ വേറെ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങളെ പറ്റി പറയൂ. ഇപ്പൊ കുറച്ചായിട്ട് നല്ല, ഇപ്പൊ ഈ മാസം തിയേറ്ററിൽ അങ്ങനെ ഒരു ഓളങ്ങൾ അതെ അതെ അതെ, സത്യം സത്യം. ഞാനും തുടരും. നല്ലൊരു ഓളം സിനിമയാണെന്ന് ഉണ്ടാക്കി. പറഞ്ഞാലും അതിനത്ര വേണ്ടുവോളം തിയേറ്റർ റെസ്പോൺസ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എമ്പുരാനും അതെ. ഒരു 10-74 ദിവസങ്ങളായിട്ട് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുകയായിരുന്നു മോഹൻലാലിന്റെ 3 ചിത്രങ്ങൾ. അതെ അതെ അതെ, ഇപ്പോൾ മോഹൻലാൽ തിയേറ്ററിൽ നല്ല ആരാധകരുടെ ഒരു ഒരുപാട് നാളുകൾക്ക് ഘോഷയാത്ര ശേഷം തന്നെയായിരുന്നു 2025. അതിൽ അതെ, സംശയമില്ല. അതിനുശേഷം നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ ഇനിയും മോഹൻലാലിന്റെ നല്ല നല്ല പരിവേട്ട സിനിമകൾ വരാനിരിക്കുന്നുണ്ട്. ആരാധകരും പ്രേക്ഷകരും എല്ലാരും കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി. പക്ഷെ അതിനിടയിൽ കണ്ണപ്പ ഒരു കല്ല് പോലെ തന്നെ കിടക്കുകയാണ്. അതെ അതെ, ആരാധകരുടെ മനസ്സിൽ അതൊരു കല്ലുപോലെ തന്നെ കിടക്കുന്നുണ്ട്. കണ്ണപ്പയും വേറൊരു തെലുങ്കിലെ ഒരു പടം കൂടി ഇല്ലേ? ഇല്ല ഇല്ല, ഇല്ല വേറെ ഇല്ല. എന്തെങ്കിലും പറയാം. ഇല്ല, നമ്മൾ അതിനെ പറ്റിയിട്ട് അറിവ് കിട്ടിയിട്ടില്ല. അമ്മന് പിന്നെ ഒരുപാട് സിനിമയിൽ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങൾ അതെ അതെ അതെ, അറിവുണ്ട്. നമുക്ക് സിനിമയുടെ അകത്ത് നിന്നും വല്ല വിവരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പോഡ്കാസ്റ്റ് വഴി പുറത്തുവിടാം. ഋഷഭ് ഒക്ടോബറിലാണ് ബ്രോ. ഇപ്പത്തെ കാര്യമല്ല, ഒക്ടോബർ ഇനിയും 4-5 മാസം. ഓക്കെ, പടമല്ലേ ബ്രോ, മോഹൻലാലിന് വരാൻ പോണ പടങ്ങളല്ലേ? അതെ അതെ, അമി ബ്രോ ഒരു സെക്കൻഡ്, വരാൻ പോണ പടങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് പടങ്ങൾ പറയാനുണ്ട്. അതെ, ഉണ്ണി ബ്രോ 4 പടം പറയാം. എനിക്കിപ്പോ താങ്കൾ പൊട്ടത്തരം വിളിച്ച് വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. അമൻ ബ്രോ ഒരു 2 മിനിറ്റ്, ഒന്ന് സെക്കൻഡ്. രാഹുൽ ബ്രോ കണ്ടിന്യൂ ചെയ്യൂ. നമുക്ക് ഏറെ പ്രതീക്ഷകളുള്ള സിനിമകളാണ് ഇനി വരാൻ പോകുന്നത്. ദൃശ്യം 3, ആട് 3. ദൃശ്യം 3 അത് നമ്മള് പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് ആയി ഇപ്പൊ. അതെ, പിന്നെ ആട് 3 നമ്മുടെ ഒരു ആട് 3 പടക്കള റെഫറൻസ് ഒക്കെ ഉണ്ടാവും പറയുന്നുണ്ടായിരുന്നു. സ്പിൻ ഓഫ് സാധനം വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതെ അതെ, പക്ഷെ അത് കൂട്ടിക്കുഴക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ? അത് എനിക്ക് തോന്നുന്നതിന്റെ ആവശ്യമില്ല. ചിലപ്പോ ആവശ്യമില്ല. രണ്ടും രണ്ട് ഡിഫറെന്റ് പടമായിട്ട് അല്ലല്ല, നമുക്ക് പറയാൻ പറ്റില്ല ബ്രോ, നമുക്ക് പറയാൻ പറ്റില്ല. പടമായി വന്നിരിക്കാം. അതെ, നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നല്ലൊരു സിനിമ വരട്ടെ. അതെ, കൂട്ടിക്കെടുക്കേണ്ട ഒരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല, സിനിമ വരുമ്പോ ചിലപ്പോ അറിയാലോ, ഒരു മികച്ചൊരു ഔട്ട് നമുക്ക് നൽകാൻ സാധിച്ചാൽ നമുക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. അമീതെ പോലെ നമുക്ക് അങ്ങനെ. അതെ അതെ, ഇപ്പൊ ഇയല്ലേ ഗസ് ചെയ്ത് ഉണ്ണി ബ്രോ, എന്തിനാ വെറുതെ എന്റെ ഭാഗത്ത് കിടന്നെ? ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ സമ്മതല്ലേ പ്ലീസ് പ്ലീസ്. അമൻ ബ്രോ വെറുതെ അതെ അതെ. രാഹുൽ ബ്രോ ആട് 3 മിഥുൻ മാനുവൽ തോമസ് കുറെ ഒരു സിനിമ ചെയ്തിട്ട് അതെ അതെ, ആട് പോലൊരു കൾട്ട് സിനിമയുടെ 3ാം ഭാഗം എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം വിജയകരമായി പോയതിന് കാരണം മൂന്നാമത്തത് അതിലും അതെ, ഒന്നാമത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും തിയേറ്റർ വിജയം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഒരു സിനിമയുടെ വിജയം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. തിയേറ്റർ വിജയിച്ചോ ഇല്ലേ എന്നുള്ളതിനെക്കാട്ടിലും അത് കൂടുതലും സിഡികളായിരുന്നു ആ കാലത്ത്. സിഡികൾ കുറെ ഹിറ്റ് പോയതൊരു സിനിമയാണ്. ജനമനസ്സിലേക്ക് അത് ഇറങ്ങി ചെന്നിരുന്നു. അതെ അതെ,
പിന്നെ അതെ ആടിറ്റൂല് നമ്മൾ ഇതുവരെ കാണാത്ത നല്ല കോമഡികളും അതെ അതെ അത്രയും പേര് അതുപോലത്തെ ഒരു അണിയറ സിനിമ ചേർന്നിട്ടുള്ള. ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മലയാളത്തിൽ കുറെ അങ്ങനത്തെ ഒരു സിനിമ വന്നിട്ട്. പിന്നെ നമ്മുടെ ജയസൂര്യ 3 വർഷത്തിന് ശേഷം ഒരു സിനിമയാണ് ഇപ്പൊ അതെ ചെയ്യുന്നത്. അതെ അല്ല അതുപോലെ പിന്നെ തന്നെ ജയസൂര്യയുടെ മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു? കത്തനാറിന്റെ അപ്ഡേറ്റ് എന്തായി? കത്തനാർ ഇപ്പൊ അധികം ഒന്നും അപ്ഡേറ്റ്സ് ഒന്നും വിട്ടിട്ടില്ല. അതെ എന്നാലും അതെ ജയസൂര്യം തന്നെ 3 നല്ല വർഷം ജയസൂര്യൻ കുറെ പ്രതീക്ഷയോടുകൂടി വണ്ടികൾ എടുക്കുന്ന നോക്കി റീൽസ് നിൽക്കുന്നതാണ്. മാത്രം കാണാം ഇൻസ്റ്റാഗ്രാമിൽ, അല്ലാതെ ജയസൂര്യയുടെ സിനിമ അപ്ഡേറ്റ്സ് ഒന്നും കാണാറില്ല. കാരണം അദ്ദേഹം ഈ കോമഡിയും ഏതായാലും അനായാസം ചെയ്യുന്ന ഒരാളാണ്. അതെ അദ്ദേഹത്തിന്റെ അതെ വെള്ളം ഇപ്പൊ അതെ, കുറച്ച് എനിക്ക് എന്താണ് വെള്ളം എന്ന അദ്ദേഹത്തിന് സിനിമ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. മുടിയും താടിയൊക്കെ വളർത്തി സന്യാസത്തിലാണോ എന്താണോ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നത് കത്തനാറിന്റെ മനസ്സിലാവും. നല്ലൊരു അഭിനേതാവായിരുന്നു. കത്തനാറിന്റെ ഒരു ലുക്കിന് വേണ്ടിട്ടല്ലേ അങ്ങനെ മുടിയും താടിയും വളർത്തിയേക്കണ. അതെ, അതെ പക്ഷെ അതെ അതിന്റെ ഒരു അപ്ഡേറ്റ് ഒന്നും കേൾക്കാനില്ല. 2-3 കൊല്ലായല്ലോ. കത്തനാറിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആടുപുലിയുടെ കഴിഞ്ഞിട്ടുണ്ടോ? സെറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഞാൻ അതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അട്ടപ്പാടി ആയിരുന്നു, മലമ്പുഴ അല്ലേ? മലമ്പുഴ സെറ്റ് ഉണ്ട്. അതെ അതെ പാലക്കാടിന്റെ ദൃശ്യഭംഗി നമുക്ക് അതിലവിടെ ആസ്വദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അതെ ഒരു പാലക്കാട്ടുകാരെന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ഷൂട്ടിംഗ് വരെ നമുക്ക് സന്തോഷമുള്ള കാര്യം. അതെ അതെ ഒരുപാട് സന്തോഷമുള്ള സിനിമ കാര്യമാണ്. പാലക്കാടിന്റെ റെഫറൻസ് ഒരുപാട് പാലക്കാടിന്റെ സിനിമകളുണ്ട്. അഹങ്കാരമാണ് വരിക്കാശ്ശേരി മല. കുറെ സിനിമകളിൽ അമിബ്രോയുടെ വന്നൊരു. വീടിന്റെ അടുത്തല്ലേ അത് വരുന്നത് സ്ഥിതി ചെയ്യുന്നത്? അതെ അതെ അമിബ്രോയ്ക്ക് അവിടെ പോയി ഇരിക്കാറൊക്കെ ഉള്ളതാണ്. അവന് നമ്മുടെ തറവാട് പോലെയാണ് അമിക്ക്. എല്ലാം ആറാം വരിക്കാശ്ശേരി മനയുടെ ഭംഗി ഏറ്റവും നന്നായി കാണിക്കുന്നുണ്ട്. അതെ 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 തീർച്ചയായും രാഹുൽ ബ്രോ അതുപോലെ ഒരു മോഹൻലാൽ ഫാൻ പ്രത്യേകിച്ച് ആയതുകൊണ്ട് മോഹൻലാലിന്റെ സിനിമകള് രാഹുൽ ബ്രോയെക്കാട്ടിലും നന്നായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതെ, എന്റെ അറിവിലും ഇല്ല. അതെ അതെ നമുക്ക് അത്രയും ഞാൻ ഭംഗിയായിട്ട് പരിചയപ്പെട്ടതിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഡൈഹാർട്ട് മോഹൻലാൽ ഫാൻ രാഹുൽ ബ്രോ ആണ്. ബറോസ് അടക്കം തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ അത് അത്രയും അസഹനീയമായി. ഡൈ ഹാർഡ് ഫാൻ. അതെ അതെ തീർച്ചയായും നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം. ഇപ്പൊ നമ്മുടെ മറ്റേ അപ്കമിങ് സിനിമകളിൽ പറയുമ്പോൾ ബബ്ബയുടെ പേര് അതെ അമിബ്രോ നേരത്തെ സൂചിപ്പിച്ച പോലെ അമൻ ബ്രോയിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർമാരെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്ക്രിപ്റ്റ് റൈറ്റർമാരെ പറ്റി എന്താണ് പറയാനുള്ളത്? ആരാണ് നമ്മുടെ നൂറിൻ ഷെരീഫും. ഒരാള് പറയൂ പ്ലീസ്. അമൻ ഒന്ന്. ആരാണ്? നൂറിൻ ഷെരീഫിന്റെ ഹസ്ബൻഡുമാണ്. എനിക്ക് അതില് വലിയ പ്രതീക്ഷ ഇല്ല കേട്ടോ. എനിക്കും വലിയ പ്രതീക്ഷ ഇല്ല. ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു അതിന്റെ കണ്ടപ്പോഴൊക്കെ. നൂറിൻ ഷെരീഫിന്റെ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് ഹൈപ്പ് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. അതെ അതെ അവരെ കൊണ്ട് അത് എടുത്താ പൊങ്ങുമോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. പക്ഷെ എനിക്ക് അതില് വിനീത് ശ്രീനിവാസന്റെ ലുക്ക് എനിക്ക് കണ്ടപ്പോ ഭയങ്കര അരോചകമായിട്ട് തോന്നി. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, വിനീത് ശ്രീനിവാസനൊക്കെ അക്സെപ്റ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റ് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ്. കണ്ടറിയാം. അങ്ങനെ പറയാൻ പറ്റില്ല രാഹുൽ ബ്രോ. കാരണം എന്ന് പറഞ്ഞപ്പോ വിനീത് ശ്രീനിവാസന്റെ നമ്മൾ വിചാരിക്കാത്ത പലതുമാണ് ഇപ്പൊ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് തഗ് ലൈഫും മലയാള സിനിമ അല്ല, എന്നാൽ കൂടി ഞാൻ പറയാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല മലയാള സിനിമയുടെ പോകുമ്പോ. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതുപോലെ പ്രതീക്ഷിച്ചിട്ട് മൂഞ്ചിയ ഏതൊക്കെ സിനിമയാണ് റയൻ ബ്രോ? മലൈക്കോട്ടെ വാലിബനാണ് എനിക്ക് ഇത് പറയുമ്പോ ഓർമ്മ വരുന്നത്. അതേപോലെ സൂര്യയുടെ ഈ അടുത്തൊരു പടം ഇറങ്ങിയല്ലോ, ഒടിയൻ. ഒരു നല്ല പടമായിരുന്നു, എനിക്കും ഇഷ്ടമാണ്. ഒടിയൻ. ഒടിയനെ എനിക്കും ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്നത് എനിക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. കങ്കു കണ്ടിരുന്നു ആരേലും? കങ്കു എന്ത് അപരാധാണ് ആ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റത്തെ ഭാഗമില്ല, മൈക്കിളല്ലേ? എന്തൊരു ക്രിഞ്ചാണ്. ദിശ പട്ടാനിനെ എന്തിനാണ് ആ സിനിമയെ കൊണ്ടുവന്നത് എനിക്കറിയില്ല. ഞാൻ അതിന്റെ ഫാൻസൊക്കെ പോയൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വെറുത്തൊരു പടം വേറെ ഇല്ല. പിന്നെ അവസാനം കാർത്തി വരുമ്പോൾ നമുക്കൊരു കാരണം അത്രയും നേരം നമ്മൾ സിനിമ എൻഗേജ് ചെയ്തിട്ടില്ല. സിനിമ ഭയങ്കര ബോറിംഗ് ആയിട്ട് പോയിട്ട് കാർത്തി വന്നപ്പോൾ നമുക്ക് തമിഴിലൊരു ഹിറ്റ് ഇല്ലാത്തൊരു നടനായി സൂര്യ. 2010 ശേഷം ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. വിക്രമത്തിലെ സൂര്യയുടെ വേഷം നിങ്ങൾ കണ്ടതാണല്ലോ. അതെ അതങ്ങനല്ല. ലീഡ് റോളില് സൂര്യണ്ണ വന്നിട്ട് കുറെ കാലമായി നമ്മളെല്ലാരും അതിന് കൊതിക്കുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെല്ലാം റെട്രോൺ വൻ വിജയമായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി സിനിമകൾ അദ്ദേഹം ചെയ്യുന്നത്. ജയ്ബിം, സുറൈ പോട്ടർ. അതെ OTT റിലീസിൽ അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സിനിമ, അസാധ്യ സിനിമയാണ്. എനിക്ക് എനിക്കും രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പലരും സ്റ്റാർഡം ഉള്ളവരും മാസ് ഫിലിംസ് മാത്രം ചെയ്യുന്ന ഇൻഡസ്ട്രിന്ന്
അദ്ദേഹം അങ്ങനത്തെ 2 പടങ്ങൾ ചെയ്തതിൽ അഭിനന്ദിക്കണം. അതും OTT റിലീസ് ആണ് പടങ്ങളെല്ലാം ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ അഭിനയം അത് അസാധ്യമായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. അതാണ്. അതെ അതെ, ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാൻ സൂര്യയുടെ ഒരു ആരാധകൻ കൂടിയാണ്. ജയ്ഭീമിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ അതിൽ പ്രധാനമായി പറയുന്നതാണ് ലിജിമോളുടെ കാര്യം. അതെ അതെ, അസാധ്യമായ അഭിനയമാണ്. പൊന്മാനിൽ നമ്മൾ അഭിനയം കണ്ടിരുന്നു. പൊന്മാനെ പറ്റി അഭിഷേക് പൊന്മാനെ പറ്റിയിട്ട് നല്ല മികച്ച അഭിപ്രായമാണ്. അതെ, നമ്മൾ അതേപോലത്തെ വെറൈറ്റി സിനിമകൾ കൊണ്ടുവരണം. നമുക്ക് എപ്പോഴും സംസാരിച്ചോളൂ. അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ അവര് എന്തൊക്കെ ബേസിലിന്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തതും അതുപോലെ ബേസിൽ പെർഫോം ചെയ്യുന്നതും നന്നായിട്ട് ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ബേസിൽ പെർഫോം ചെയ്യുന്ന റോളുകൾ വളരെ കുറവായിരുന്നു. കോമഡി ആണെങ്കിലും നന്നായി പെർഫോം. അദ്ദേഹത്തിന്റെ പ്രാവിൻകൂട് ഷാപ്പ് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതിന് ശേഷം സിനിമയാണ്. പക്ഷെ നമുക്ക് പൊന്മാനെ പറ്റി പറയാം. പൊന്മാൻ എന്റെ അഭിപ്രായത്തിൽ അതുപോലത്തെ സിനിമകൾ ഇനിയും വരണം. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി അധികം എക്സ്പ്ലോർ ചെയ്യാത്ത, നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഓരോ വിഷയങ്ങൾ കുത്തിയിട്ട് നമ്മൾ സിനിമ ചെയ്യണം. അതെ അതെ, നമ്മളിപ്പോ കൊല്ലത്ത് അത് നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ നമുക്കറിയാം, അത് പാലക്കാടിലെ നമ്മൾക്കറിയില്ല. നമ്മൾ ആ സിനിമയിലൂടെയാണ് അതൊക്കെ അറിയുന്നത്. അതുപോലത്തെ സിനിമകൾ ഇനിയും വരുന്നെന്നാണ് എന്റെ അഭിപ്രായം. മിക്ക നല്ല റിയൽ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ നല്ല ഹിറ്റ് ആയ ഒരു പടങ്ങൾ. അപ്പൊ അതിന് മലയാള ഇൻഡസ്ട്രി അക്കാര്യത്തില് ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. എക്സാമ്പിൾ ആണ്. അതെ അതെ, മലയാള ഇൻഡസ്ട്രി റിയൽ ലൈഫ് സ്റ്റോറി മലയാളത്തിൽ ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തൊരു കാര്യം. അതെ അതെ, മലയാളത്തിൽ അല്ലാതെ 2018 ഉയരെ, ട്രാഫിക്, അതെ അതെ അതെ, കാര്യത്തിൽ മലയാളം ബീറ്റബിൾ ആണ്. ട്രാഫിക് വളരെ മികച്ചൊരു സിനിമയാണ്. മൂവിയാണോ? അതെ അതെ, അതും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ട്രാഫിക് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ട്രാഫിക് ആസിഫ് അലി ശ്രീനിവാസ് അതന്നെയല്ലേ? അതെ അതെ അതെ, കുഞ്ചാക്കോ ബോബൻ. അതില് അല്ല, അതിന്റെ റെഫറൻസ് മറ്റേ ഹാർട്ട് കൊണ്ടുവന്ന റെഫറൻസ്. അതന്നെ, ഞാൻ മൊത്തത്തില് അങ്ങനെ കേട്ടിട്ടില്ല. ശരിയാണ്, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ വൈറസ് ഒക്കെ വൈറസ് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈറസിന് വേണ്ടത്ര അപ്രീഷിയേഷൻ കിട്ടിയിട്ടില്ലാത്ത പോലെ. നല്ലൊരു സ്റ്റാർ കാസ്റ്റിലൊക്കെ വന്ന സിനിമയായിരുന്നു അത്. പക്ഷെ എന്തോ അതിന് വേണ്ടത്ര അപ്രീഷിയേഷൻ കിട്ടിയിട്ടില്ല. വൈറസിന് ആദ്യത്തെ 20 മിനിറ്റ് ഉണ്ട്, ഒരു വൺ ഷോട്ട് സീൻ. ശ്രീനാഥ് ബാസി ഹോസ്പിറ്റലിൽ വന്നിട്ട് സിനിമാസിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അത് നന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു വൈറസിൽ. ആ സീനൊക്കെ അതുപോലെ ബേസിൽ ജോസഫിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. മൂപ്പരുടെ അച്ഛൻ മരിച്ചിട്ട് കോവിഡ് ആയിട്ട്. എനിക്ക് സിനിമയുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അതന്നെ തോന്നുന്നുണ്ട്, കടനകടൻ അതിനായിരുന്നു തോന്നുന്നു. എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. അതെ അതെ, നമുക്ക് നല്ലോണം ഫീല് കിട്ടുന്ന ഒരു സിനിമയാണ്. അതെ, അതേപോലെയാണ് തരുൺമൂർത്തിന്റെ സിനിമയും. ഉസ്മാനും സൗദി വെള്ളക്ക. അതെ അതെ, അത് തുടരും വരുന്നതിന് മുന്നേ തരുൺമൂർത്തി അത്ര ഫേമസ് ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾ അടിപൊളി തന്നെയായിരുന്നു. സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യൻ തന്നെയാണ്. സത്യം പറയാതെ വയ്യ. ഓപ്പറേഷൻ ജാവി ഒരു റിയൽ ലൈഫ് സംഭവം. അതെ, ഓപ്പറേഷൻ ജാവയൊക്കെ അതിമനോഹരമായിട്ടാണ് അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ ജാവയില് സഞ്ജു ടെക്കിന്റെ വെറുപ്പിക്കലല്ലാണ്ട് ആ പടം ബാക്കിയെല്ലാം ആ പടം മികച്ചതായിരുന്നു. അഭിഷേക് അത് കേൾക്കും. അത് അന്ന് കോവിഡ്, അന്ന് ഈ സമയത്ത് ഈ സോഷ്യൽ മീഡിയ, ഈ യൂട്യൂബേഴ്സ് ഒക്കെ തരംഗായി നിൽക്കുന്ന ടൈമായിരുന്നു. എക്സ്പെഷ്യലി സഞ്ജു ടെക്കി, കാർത്തിക് സൂര്യൊക്കെ. അപ്പൊ ഒരു ഓഡിയൻസിലേക്ക് അതിലെത്തിക്കാൻ, ഈ പടത്തിനെ പറ്റി എത്തിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് സഞ്ജു ടെക്കിയെ പോലത്തെ ആളെ കൊണ്ടുവരിക എന്നുള്ളത്. ഒരു മിനിറ്റ് ആരുടെ വോയിസിൽ നിന്ന് നല്ല എക്കോ കിട്ടുന്നുണ്ട്, ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ അതുണ്ട് കേട്ടോ. ഇപ്പൊ റെഡി. അഭിഷേക് ബ്രോന്റെ അടുത്ത് നിന്നാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ റെഡി. അതേപോലെ ഒരു സംഭവമാണ് ഫാമിലിയിലും ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ? അതേപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ഓപ്പറേഷൻ ജാവയിലെ സഞ്ജു ടെക്കി പോലെയാണ് പ്രിൻസ് ജാവയില് ചെയ്യാനും നോക്കിയിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെ പറ്റി അഭിപ്രായം പറയാൻ സാധിക്കില്ല. രാഹുൽ ബ്രോ സംസാരിക്കും. ഓപ്പറേഷൻ ജാവയില്
സഞ്ജു ടെക്കിനെ കൊടുന്ന പോലെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലും ഒരു നടിന്റെ ഒരു ഓവർ ആക്ടിങ് പോലെ ചെയ്തിരിക്കുന്ന രാഹുൽ ബ്രോക്ക് തോന്നിയിരുന്നോ? അത് രണ്ടും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നു. ഒരു സിനിമയുടെ നടിയും മറ്റൊരു ഒരു സിനിമയിൽ ഒരു 10 സെക്കൻഡ് അഭിനയിച്ചിരിക്കുന്ന ഒരാള്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻഫ്ലുവൻസർ എല്ലാവരും ഓവറാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ മോശപ്പെട്ട സംഭവമാണെന്ന് എല്ലാ സിനിമയിലും കാണിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ രാവിലെ സഞ്ജു ടെക്കി ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തന്നെയാണോ വന്നിട്ടുള്ളത്? അഭിഷേക് ബ്രോ നിൽക്കുന്നു. ഞാൻ മറുപടി പറയാം. എന്താന്ന് വെച്ചാല് അത് അമി ബ്രോ പറയുന്നൊരു കാരണമാണ്. കാരണം അമി ബ്രോ പണ്ടൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു. യൂട്യൂബിലൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പൊ ഇതുപോലുള്ള വിമർശനങ്ങൾ അമി ബ്രോക്ക് നേരിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ് അമി ബ്രോ പറയുന്നതിൽ ഒരു വാസ്തവം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ആ ഫീൽഡിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി അറിയില്ല. അമി ബ്രോ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. അമി ബ്രോക്ക് ആ വിമർശനം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. നമ്മളത് വിമർശിക്കേണ്ട കാര്യമില്ല. എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആണ്. അതെ, അമി പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അഭിപ്രായം പറയുന്നത്. അപ്പൊ നമ്മളത് വിമർശിക്കാൻ നമുക്കത് അവകാശമില്ല. ഇത് സഞ്ജു ടെക്കിന്റെ റെഫറൻസ് അല്ല. പൊതുവെ ഇങ്ങനെ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അതാണ്. അത് അവര് ഇതാക്കി. പക്ഷെ നമുക്കത് ചെയ്തു വരുമ്പോൾ അത് ക്രിഞ്ചായിട്ട് ഇപ്പൊ ഫാമിലി ഓഡിയൻസിന് അത് വലിയ ക്രിഞ്ചായിട്ടൊന്നും തോന്നില്ല. പക്ഷെ നമുക്ക് ഒരു എനിക്ക് പേഴ്സണലി തക്കതായ ഒരു മറുപടിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഫാമിലി ഓഡിയൻസിന് തോന്നില്ല. പക്ഷെ എല്ലാ ഇവർക്കും അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. ഫാമിലി ഓഡിയൻസിനെ പിടിക്കാനുള്ള സിനിമയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ജനപ്രിയ നായകനാണല്ലോ അമി ബ്രോ ദിലീപ്. അതുകൊണ്ട് മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞു എല്ലാ സിനിമയിലും ഈ ഇൻഫ്ലുവൻസറെ ഭയങ്കര മോശമായിട്ടാണ് കാട്ടണത്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്നും പറയട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ അതേപോലെയാണ് 2018 ഇൻഫ്ലുവൻസറെ ഒരു നല്ല രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് കോമഡി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഏതിലാണ്? ഹോം. അതെ ഹോമില് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സർക്കാസം പോലെ കാണിച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഹോം നമ്മളൊരു സിനിമയാണ്. അതെ, ഹോം എന്തൊരു മനോഹരമായിട്ടാണ് എടുത്തിട്ടുള്ളത്. പ്രാധാന്യം നൽകുന്നല്ലോ. അത് ലോക്ക്ഡൌൺ അങ്ങനത്തെ ടൈമില് ഇൻഫ്ലുവൻസർമാരെ പറ്റിയിട്ടല്ല, നമുക്ക് സിനിമയെ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഹോം നല്ലൊരു പടം തന്നെയാണ്. അതിൽ ഇന്ദ്രൻസിന്റെ അഭിനയം അതെ മികച്ച ഒന്നാണ്. മാത്രമല്ല മഞ്ജു പിള്ളയുടെയും ശ്രീനാഥ് ബാസിയുടെയും എല്ലാരും അതെ ഒരു നല്ലൊരു സിംഗ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രൻസ് ബീച്ചിന് അങ്ങനെ പോയിട്ട് ആരാരാ മഞ്ജു പിള്ള ആരാരാ എന്താ ചോദിക്കുമ്പോ പട്ടിയെന്ന് പറയുന്ന സീനുണ്ട്. അമി ബ്രോ സീൻസ് ഒന്നും കൂടി നന്നായി വിവരിക്കാൻ ശ്രമിക്കും. നമുക്കത് പറയുമ്പോ ആ ഒരു ഫീല് കിട്ടുന്നില്ല. നന്നായിട്ട് ആ സീൻസ് ഒന്ന് നേരാവണ്ണം ഒന്ന് പറയാൻ ശ്രമിക്കും. റീല് കണ്ടിട്ട് ഒരുപാട് സിനിമാ വിവരം ഉണ്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം. ഞാൻ എക്സ്പെർട്ട് ഒന്നല്ല, ഞാൻ എന്റെ രീതിയിൽ ഞാൻ കണ്ടു. പിന്നെ പറയാനുള്ളതാണ് കുറെ പേര് ഇല്ലല്ലോ അമി ബ്രോ, നമ്മളൊരു പോഡ്കാസ്റ്റിലാണല്ലോ. അപ്പൊ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അമി ബ്രോന്റെ ഫ്രീഡം എടുത്ത് സംസാരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോ കുറെ പേരുണ്ട് ഇപ്പൊ ഈ റീല് മാത്രം കണ്ടിട്ട് സിനിമയെ വ്യാഖ്യാനിക്കുന്ന കുറെ പേരുണ്ട്. അതെ അതിൽ നമ്മൾ അമ്മനെ പെടുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അമ്മനെ നമ്മൾ അതിൽ പെടുത്താൻ പാടില്ല. അല്ല ഞാൻ അങ്ങനെയല്ല, അമ്മനെ ഞാൻ പറഞ്ഞിട്ടില്ല. സോറി, പേഴ്സണലായിട്ട് അങ്ങനെ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല. അമി ബ്രോ അങ്ങനെയല്ല. അതെ, ഞാൻ അമ്മനെയല്ല പറഞ്ഞത്. അല്ല, അമി ബ്രോ അങ്ങനെ ചെയ്യില്ല. അമി ബ്രോ നല്ലൊരു അതെ ഈ റീലിലെ ചില ഭാഗങ്ങൾ മാത്രം കണ്ട് ആ സിനിമ ഇങ്ങനെയാണെന്ന് കരുതി ആ സിനിമയുടെ ബാക്കി ഒന്നും അറിയില്ല, കഥയുടെ ബാക്കി ഒന്നും അറിയില്ല. ആ സീൻ മാത്രം കണ്ടിട്ട് സൂപ്പറാണ്, അതിന്റെ അഭിനയം ഇങ്ങനെയാണ്, ഗോട്ടഡാണ്, ജമ്മാണെന്നൊക്കെ പറയുന്ന തലമുറ. അതെ അതിന് ഉത്തമ ഉദാഹരണമാണ് പൊന്മാനിലെ അജേഷ് എന്ന ക്യാരക്ടർ. അതിനെ പറ്റിയിട്ടുള്ള റീൽസ് കണ്ടിട്ട് കുറെ പേര് വന്ന് വായ്ത്താളം പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണ്. അതെ പക്ഷെ എന്നാ സിനിമയെ പറ്റി ചോദിച്ചാലോ അങ്ങനെയൊന്നും അവർക്ക് അതിനെപ്പറ്റി ഒന്നും പറയാണ്ടാവില്ല. അജേഷ് ഇത് ആ സിനിമ ആ ഒരു കൊല്ലത്തിന്റെ ആ ഒരു നേച്ചറും അങ്ങനെ മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് സിനിമ ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു റീൽ ആ ഒരു കുറച്ച് ഭാഗം എന്തായിരുന്നു, ആ ഡയലോഗ് എന്തായിരുന്നു, ഞാൻ മറന്നു. അജേഷാണ് ഫ്ലാറ്റിലുള്ള ഡയലോഗാണ്. എടുത്താടാ
അത് ഡയലോഗ് മാത്രം ഇട്ടിട്ട് ആ മൈൻഡ് സെറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല, അത് അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ കൊണ്ട് പറയുന്നല്ല, അതൊരു മാസ് കാണിക്കാൻ വേണ്ടി അതെ. പക്ഷെ നമ്മുടെ സമൂഹം എന്താണ് ചെയ്യുന്നത്? മാസ് എലമെന്റ് ആണ്, ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ ആ സിനിമയിൽ ഉടനീളം കാണാം അങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടായിട്ട് അജേഷ് ഉന്നത നിലയത്തിൽ എത്തിയിട്ടില്ല. പൊരുതിയിട്ടാണ്. അതെ അതെ, നമ്മള് പൊരുതണം എന്നാണ് അതുകൊണ്ട് ആ സിനിമയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മള് മാത്രം കണ്ടു കഴിഞ്ഞാൽ ആർക്കും അതിനെ പറ്റി മനസ്സിലാവില്ല. പക്ഷെ സിനിമ കണ്ടാലും മനസ്സിലാവാത്ത കുറെ പേരുണ്ട്, അതും പറയണല്ലോ. ഇപ്പോ അതേപോലെ എല്ലാവരും ഒരു സിനിമ ഫുള്ളായിട്ട് കണ്ടതിനെ കുറിച്ച് അഭിപ്രായം പറയാ എന്നാണ് ഞാൻ പറയാ. അതിപ്പോ റിവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും ഇത് സിനിമയെ ഫുള്ള് കണ്ടിട്ട് അതിന്റെ കുറ്റം കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അത് ഓരോരുത്തരെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രം നമ്മളൊരു സിനിമയെ വിലയിരുത്താൻ പാടില്ല. ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സിനിമയെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം അഭിപ്രായമാണ്. അത് എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല. പോഡ്കാസ്റ്റ് കണ്ടിട്ട് ആരും ഒരു സിനിമയെ വിലയിരുത്തരുത്. അതെ, പിന്നെ ഒരു സിനിമ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയാം. അതൊരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതെ അതെ, തീർച്ചയായും. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ എന്ന് പറഞ്ഞിട്ട്. ആരാണ് അവനെ എന്നാണ് പേര്, അവൻ രാജ് എന്നാണ് പേര്. അവൻ അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ മറ്റൊരാൾ സിനിമ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് നമ്മളിലേക്ക് ഒരു ബാഡ് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് ശരിക്കും നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കാന്നോ? ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റുകൾ കണ്ടിട്ടില്ലേ? അതില് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരുപാട്. അതെ അതെ, അത് നമ്മുടെ മലയാള സിനിമയുടെ ഒരു വല്ലാത്തൊരു തകർച്ചയ്ക്കും കൂടി അത് കാരണമാവെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫാൻ ഫൈറ്റ് നമ്മള് രണ്ട് കൂട്ടരും, മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടികളായിട്ടെ, നല്ല സിനിമകൾ ഇറങ്ങുമ്പോ അതിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ വായിച്ച് നമുക്ക് മനസ്സിലാവും. വെറുതെ പകർത്തി വിടുന്ന കുറെ ഫാൻസുകാരുണ്ട് നമ്മുടെ നാട്ടില്. അത് നമ്മൾ പറയാണ്ട് ഒരാളുടെ അല്ല, രണ്ടുപേരുടെ. നേരെ മറിച്ച് നമ്മുടെ യൂത്തന്മാരായിക്കോട്ടെ, ദുൽഖർ, പൃഥ്വിരാജ്, അത്തരം ആക്ടേഴ്സിന് അവര് തമ്മിൽ ഈഗോ, ഫാൻസ് തമ്മിൽ ഈഗോ അല്ലെങ്കിൽ അങ്ങനത്തെ തമ്മിലുള്ള പ്രശ്നമില്ല. അതെ, അവരെല്ലാരെയും സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു. അതെ അതെ, പക്ഷെ ബ്രോ അതെ അതെ പറയും വേണ്ടെന്ന് പറയണ്ട. പടത്തിന് ഇല്ലെങ്കിൽ ഒരാളെ നല്ല സിനിമ വന്നാൽ, മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ, നല്ല സിനിമ വന്നാൽ നല്ലത് നമ്മൾ പറയണം. എന്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ഇങ്ങനെ പറയും, മമ്മൂട്ടിക്ക് ആളെ കയറ്റാൻ പറ്റില്ല എന്നാ മോഹൻലാൽക്ക് ആളെ കയറ്റാൻ പറ്റും. മോഹൻലാലിന്റെ ഒരു പടം കയറി അത് 100 കോടി അടിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടിന്റെ ഒരു പടം, മോഹൻലാലിന്റെ ഒരു പടം വന്നാൽ കത്തും. മോഹൻലാൽ അങ്ങനെയാണ്, മോഹൻലാൽ ഇങ്ങനെയാണ്. അതെ അതെ അതെ, അതിപ്പോ മോഹൻലാലിന് മാത്രമല്ല, ഏതൊരു നടനായിക്കോട്ടെ, മലയാളത്തിലത്തെ ഓഡിയൻസ് നല്ല സിനിമയാണെങ്കിൽ അത് ഏറ്റെടുക്കും. അതിന് മോഹൻലാൽ വേണമെന്നോ മമ്മൂട്ടി വേണമെന്നൊന്നുമില്ല. പക്ഷെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പെർഫോമൻസിനാണ് കാര്യം. അത് ഓക്കെ, അവർ രണ്ടുപേരും. ഒരു സിനിമ എത്ര കോടി അടിക്കുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ എത്ര കളക്ഷൻ ഉണ്ടാക്കുന്നതിന് അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ക്വാളിറ്റി സിനിമ. അതാണ് അതിനൊരു മികച്ചൊരു എക്സാമ്പിൾ ആണ് പ്രേംലു. അതിലിപ്പോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ ഒന്നും അല്ല, ആ ഒരു സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു, അത് ജയിച്ചു. അങ്ങനെ പറയാനാണെങ്കിൽ ഇഷ്ടമുള്ള സിനിമ ഉണ്ടല്ലോ അമി ബ്രോ, അതവിടെ മാർക്കോ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ വളരെ ഹെയ്റ്റില് നിക്കണ ഒരു അഭിനേതാവായിരുന്നു. ഇപ്പോ ഒരു കാര്യമില്ലാണ്ട് ഒരുപാട് ഹെയ്റ്റ് മേടിച്ചു കൂട്ടുന്ന ഒരാളാണ് ഈ ഉണ്ണിമുകുന്ദൻ. അങ്ങനെ എനിക്കത് കേൾക്കുമ്പോ ചിരി വരുന്നു. ഉണ്ണിമുകുന്ദന്റെ കാര്യം വളരെ കഷ്ടമാണ്. അതെ, എന്ത് പടം ചെയ്താലും അതില് ഹെയ്റ്റ് വരും. അതെ അതെ അതെ, സംഗി. അതെ, സത്യം സത്യം. ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ചെയ്ത സിനിമകളിൽ പേഴ്സണലി പരിചയമുണ്ടോ? എന്റെ അഭിപ്രായം അമിബ്രോ അത് എന്തുകൊണ്ടാണ് അമിബ്രോ അങ്ങനെ പറഞ്ഞതെന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇപ്പൊ ഒരാൾക്ക് ഹെയ്റ്റ് വാങ്ങി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഹെയ്റ്റ് വാങ്ങി ഏതെങ്കിലും പടത്തിന് ഹെയ്റ്റ് വന്നെന്ന് വിചാരിക്കാം, അതൊരു ദേഷ്യത്തിൽ എടുക്കാതെ മൂപ്പര് അതൊരു നല്ല രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. ഒരു കാര്യം എങ്ങനെ ഹെയ്റ്റ് നല്ല രീതിയിൽ എടുക്കാത്ത 10 ആളുടെ പേര് ഇപ്പൊ അങ്ങനല്ല. അല്ല പറയൂ. എന്ത് അമിബ്രോ കുറെ വാസ്തവമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇപ്പൊ
ഇപ്പൊ നിവിൻ പോളി ഇപ്പൊ കുറെ സിനിമകൾ മൂപ്പർക്ക് നല്ല രീതിക്ക് ബാഡ് റിവ്യൂസും ഹെയ്റ്റും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ട് നിവിൻ പോളി ഒന്നും പ്രതികരിക്കണില്ല, അല്ലെങ്കിൽ നിവിൻ പോളി ഒന്നും പറയണില്ല. ഇപ്പൊ നമ്മള് ബാഡ് ആയിട്ട് എടുക്കുന്നല്ലേ പറഞ്ഞ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ സമയത്ത് ഉണ്ണിമോദന്റെ കാര്യം പറഞ്ഞില്ല, നിങ്ങളെല്ലാരും കേറി വന്നു. പക്ഷെ ഉണ്ണിമോദൻ എല്ലാ മൂവിക്കും ഹേറ്റ് ഉണ്ണിമോദൻ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, മാർക്കോ ചെയ്താൽ ഫുൾ വയലൻസ് അല്ലെങ്കിൽ അല്ല അതൊക്കെ ശരിയാണ്. അമിബ്രോ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ എന്താന്ന് വെച്ചാല് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞ അതിന് മുന്നേ ചെയ്ത പ്രവർത്തികളോ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതോ ഒന്നും പോയില്ലല്ലോ, അതില് മയങ്ങി പോണം അങ്ങനെ ഇല്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സഹതാപം കിട്ടും, അതുകൊണ്ട് പറഞ്ഞതാണെങ്കിലും. അല്ല അതെ അദ്ദേഹം ഓരോ തരം ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടി ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ മുന്നത്തെ ഇന്റർവ്യൂസ് ബ്രോ അങ്ങനെ ആരും കാണാതിരിക്കണം എന്നാണല്ലോ റയാൻ ബ്രോ പറയണത്. പറയട്ടെ ഇപ്പോ ഇങ്ങനത്തെ ഒരു ഹെയ്റ്റ് ആണ്, ഒരു പാർട്ടി ബേസിൽ ഹെയ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സഹതാപം അങ്ങനത്തെ, അതുകൊണ്ടാണ് സിനിമ കാണാൻ ഹെയ്റ്റ് വരുന്നതെന്നുള്ളൊരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യായിരിക്കും. ദിലീപിന്റെ സിനിമ ഇഷ്ടംപോലെ നടന്മാരങ്ങനെ ഉണ്ട്. ഒരു 4 ആളുടെ പേര് പറയുക ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളെന്ന് പറഞ്ഞ ദിലീപ് തന്നെ അല്ലേ? ദിലീപ് ജനപ്രിയ നായകനാണ്, അല്ലാണ്ട് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ സംഭവം ചെയ്തിട്ട് ദിലീപ് തിരിച്ചു വരാൻ എന്തൊക്കെ കാട്ടുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നാണ് പേര്. ജനപ്രിയൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അതായത് ഒരു എല്ലാരെയും ജനപ്രിയ എന്ന് പറഞ്ഞാൽ അതെ അമിബ്രോ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. ഒരു 2017 മുൻപ് ഇപ്പൊ അങ്ങനെ എത്ര ആള് മനസ്സിൽ അത് അമിബ്രോ അത് നമ്മള് ദിലീപ് തന്നെ വിളിക്കുന്ന പേരാണ്. ദിലീപ് ദിലീപിനെ തന്നെ വിളിക്കുന്ന പേരാണത്. അല്ല, അത് നമ്മളെ ദിലീപിനെ വിളിക്കുന്ന പേരാണത്. നമ്മളാണ് ദിലീപിനെ അത് വിളിക്കുന്നത്, നമ്മളിട്ട പേരാണത്. ദിലീപ് ജനപ്രിയ നായകൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ജനപ്രിയ നായകൻ ആയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ പടവും നല്ല പടങ്ങളെ നമ്മൾ അംഗീകരിക്കുള്ളൂ. മോഹൻലാല് നമ്മുടെ എല്ലാവരുടെയും വലിയ സ്റ്റാറുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് വെച്ചിട്ട് മോഹൻലാലിൽ എത്രങ്ങാനും സിനിമകൾ തോറ്റു. നമ്മൾ അങ്ങനെ ഒരാൾക്ക് ഇന്ന പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇറങ്ങണ എല്ലാം നമ്മൾ കാണില്ല. അതാണ് മലയാളം സിനിമ അത്ര നന്നാവാൻ കാരണം. അതെ, സിനിമ നന്നായി മാത്രം നമ്മൾ കാണുള്ളൂ. ഇന്ന ആളുടെ പടം അതിന് ജനപ്രിയനാണെങ്കിലും മെഗാസ്റ്റാർ ആണെങ്കിലും കംപ്ലീറ്റ് ആക്ടർ ആണെങ്കിലും എന്താണെങ്കിലും സിനിമ നന്നായി കഴിഞ്ഞാൽ കാണും. അതെ, അപ്പൊ ഇതിലൊരു പ്രധാന കാര്യം ദിലീപിന്റെ കേസ് കഴിഞ്ഞിട്ടാണ് രാമലീല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. രാമലീലയുടെ കളക്ഷൻ കണ്ടാ അറിയാം, ദിലീപ് ഒരു നല്ല സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക്. അമൻ ബ്രോ ഒരു കാര്യം പറയട്ടെ. ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ പറയാതിരിക്കാൻ പറ്റൂ താങ്കൾക്ക്? ഇപ്പഴും കണ്ടോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണോ? റയാംബ്രോക്ക് മറുപടി കൊടുക്കട്ടെ. അവൻ ഒരു കാര്യം എന്റെ അടുത്ത് ചോദിച്ചതല്ല, ഇനി ഞാൻ മറുപടി കൊടുക്കട്ടെ. അത് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ അവസരം കിട്ടും. ഇപ്പോഴും കണ്ടോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെയും പറയണോ? ഒരു നേരത്തെ പറഞ്ഞു ഒരു കാര്യം, ഒരു സ്വഭാവം ചെയ്തുകൊണ്ട് ഒരാളെ വിലയിരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്വഭാവം ചെയ്തിട്ട് അയാൾ 4 നല്ല കാര്യങ്ങൾ ചെയ്ത അയാളെ പാവം എന്ന് പറയാൻ പറ്റുമോന്ന്. അതേപോലെ ഇപ്പൊ ദിലീപിന്റെ കാര്യം പറഞ്ഞാലും ദിലീപ് ഇപ്പൊ ഒരു ചീത്ത അമിബ്രോ നിക്ക് ഞാൻ ഇതിന് വ്യക്തമായ മറുപടി പറഞ്ഞുതരാം. ദിലീപ് ചെയ്തത് വ്യക്തിപരമായ പ്രവൃത്തിയാണ്. നേരെ മറിച്ച് ഉണ്ണിമുകുന്ദൻ സിനിമയ്ക്കകത്ത് ഇന്ന ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയാണ് ഉണ്ണിമുകുന്ദൻ അങ്ങനെ പറയുന്നത്. ദിലീപിന്റെ കേസ് അങ്ങനെയാണോ? ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയാണോ ദിലീപ് ആ കുറ്റകൃത്യം ചെയ്തത്? സിനിമയായിട്ട് ബന്ധമുള്ള കേസല്ല ദിലീപിന്റെ. ബ്രോ അതിനെ ഇതിനെ പറ്റിയിട്ട് അറിവില്ലാണ്ട് ഇത് റിസർച്ച് ചെയ്യാണ്ടാണ് ഇതിനെ പറ്റി സംസാരിക്കണേ. ഞാൻ പറയട്ടെ, അതെ അത് വിടൂ. വേറെ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? ബോളിവുഡ് സിനിമയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാർ 3ക്ക് വേണ്ടിട്ട് എല്ലാരും എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. വാർ 3യുടെ കിയാരയുടെ കുറെ വിവാദങ്ങൾ. 3 അല്ല 2 ആണോ? 3 അല്ലേ? അതുപോലെ അറിയാതെയാണോ? കിയാര നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ സിനിമകളിലും പ്രശ്നം ഫീമെയിൽ നടിമാർക്ക് അധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല. ഈ പ്രത്യേകിച്ച് ഈ ബോളിവുഡ്, തമിഴ് അങ്ങനത്തെ സിനിമകളിൽ നായികമാർക്ക് ഒരു ചെറിയൊരു
ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ബോധമുള്ള റോളില്ല. എനിക്ക് ഇപ്പൊ ടൂറിസ്റ്റ് ഫാമിലി കണ്ടായിരുന്നോ രാഹുൽ ബ്രോ? കണ്ടിരുന്നു ബ്രോ എല്ലാ സിനിമയല്ല ബ്രോ. ടൂറിസ്റ്റ് ഫാമിലിയില് ടൂറിസ്റ്റ് ഫാമിലി വാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ടൂറിസ്റ്റ് ഫാമിലി അല്ല, നമ്മൾ വാറിനെ പറ്റിയിട്ടല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഫീമെയിൽസിന് രാഹുൽ ബ്രോ ഒരു സെക്കൻഡ് രാഹുൽ ബ്രോ അമി ബ്രോ പോലെ പെരുമാറില്ല. അഭിഷേക് ബ്രോ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതെ ബ്രോ പറഞ്ഞിരുന്നത് ഫീമെയിൽസ് നടികൾക്ക് ഇതില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, അല്ലാണ്ട് വാർട്ടുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതെ നമ്മള് ഒരാളെ എന്തെങ്കിലും തുടക്കം ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അത് വിലയിരുത്തല്ലേ രാഹുൽ ബ്രോ. നമ്മളൊക്കെ കുറച്ച് പക്വതയുള്ള ആൾക്കാരല്ലേ. അതെ, അങ്ങനെ പോലെ നമ്മൾ പെരുമാറരുത്. ഭയങ്കര മോശമാണ് രാഹുൽ ബ്രോ. എനിക്കെന്നെ തെറ്റ്. അതെ, ആരായി പറയുന്നേ? എനിക്കെന്നെ തെറ്റ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതൊരു ഫാമിലി മൂവി ആകുമ്പോ എന്തായാലും ഒരു ഫീമെയിൽ ഇത് വേണമല്ലോ. ഞാൻ ഇതിപ്പോ ഈ ജയിലർ അങ്ങനത്തെ കുറച്ച് സിനിമകളില്ലേ, തമഞ്ഞയ്ക്കൊക്കെ ഒരു ഫാമിലി മൂവി അല്ലല്ലോ. അല്ല, അങ്ങനത്തെ മൂവികൾ, ഫാമിലി അല്ലാത്ത മൂവികൾ, മനസ്സിലായോ? നമ്മൾ പോഡ്കാസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് ഇത്ര ഒരു നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടല്ല, നമ്മള് ഫ്രീ ആയിട്ട് സംസാരിക്കും സുഹൃത്തുക്കളെ, മനസ്സിലായോ? നമ്മള് പുറത്തെ ഓരോ ഈഗോ ഒന്നും എടുത്തതിലിടല്ലേ. ജസ്റ്റ് പറഞ്ഞു മാത്രം നിങ്ങൾ ഇട്ടുന്നല്ല. ഉണ്ണിബ്രോക്ക് ഭയങ്കര തല്ലുണ്ടാക്കുന്ന മെന്റാലിറ്റിയാണ് ഉണ്ണിബ്രോ. അത് അമിബ്രോ മിണ്ടാണ്ടിരിക്കൂ. പിന്നെ പറയൂ. ഞാൻ അമിബ്രോനോട് ഒരു തവണ കൂടെ ഒരു കാര്യം പറയാനുണ്ട്. റെയിൻബോ, ഈ രാമായണം എന്ന് പറയുന്ന സിനിമയുടെ കാസ്റ്റിംഗ് ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ രാമനായിട്ട് രൺബീർ കപൂർ, സീതയായിട്ട് സായി പല്ലവി, രാവണനായിട്ട് കന്നഡ സൂപ്പർ സ്റ്റാർ യാഷാണ് വരുന്നത്. യാഷിന്റെ 2019 ശേഷമുള്ള 3ാമത്തെ ചിത്രം. 2 ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോ ഈ ഒരു സിനിമയുടെ പ്രതീക്ഷ എന്താ? വലിയ കാസ്റ്റാണ്, അമിതാഭ് ബച്ചൻ അടക്കം, വിജയ് സേതുപതി അടക്കം. അതിന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആദിപുരുഷൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ബിഗ് ബഡ്ജറ്റ് സിനിമ അല്ലെങ്കിൽ അതുപോലെ വലിയ കാസ്റ്റ് ഉണ്ടായത് കൊണ്ട് ഒരു സിനിമ വിജയിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ബോളിവുഡിന്റെ കാര്യത്തിൽ. ഞാൻ യോജിക്കുന്നു. അതേപോലെ ബിഗ് കാസ്റ്റിൽ വന്ന സിനിമകൾ ഒട്ടേറെ അവിടെ പരാജയപ്പെട്ടത് നമുക്ക് കാണാം. പക്ഷെ രൺബീറും യാസും രണ്ടുപേരായിക്കോട്ടെ ഇപ്പൊ അവരുടെ പ്രൈം ടൈമിലൂടെ കടന്നു പോവാണ്. അപ്പൊ നമുക്കതിൽ പ്രതീക്ഷ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ബോളിവുഡ് ആയതുകൊണ്ട് എന്ത് മറിമായമാണെങ്കിലും അവിടെ സംഭവിക്കാം. ദംഗലിന്റെ ഡയറക്ടറാണ് ചെയ്തത്. നമ്മൾ ഒരുപാട് സാധ്യതയുള്ള ഒരുപാട് പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. ദംഗലിന്റെ ഡയറക്ടറാണോ ആണെന്നാണ് തോന്നുന്നത്. അതെ ദംഗലിന്റെ ഡയറക്ടറാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നല്ല സിനിമ പ്രതീക്ഷിക്കാം. അല്ല, എന്തായാലും രാമായണം പോലൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ടാസ്ക് അല്ല. നമുക്ക് എന്തായാലും നല്ല കാസ്റ്റ് ഉള്ളത് കൊണ്ട് സ്ക്രിപ്റ്റും ഡയറക്ഷനും അടിപൊളിയാണെങ്കിൽ സിനിമ എന്തായാലും നന്നായി വർക്ക്ഔട്ട് ആവും. പറ്റിട്ട് നമുക്ക് നോക്കാനില്ല, സ്ക്രിപ്റ്റ് കിടിലനായിരിക്കണം. സ്ക്രിപ്റ്റ് മാത്രം അടിപൊളിയായതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് നമ്മളെങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളതും കൂടി നോക്കണം. സ്ക്രിപ്റ്റിൽ ഇപ്പം രാമായണം ഫുൾ ഒരു സിനിമ ആക്കാൻ പറ്റില്ലല്ലോ അഭിഷേക് ബ്രോ. അല്ല, പറയട്ടെ. ഇപ്പോ ഈ നമ്മളിപ്പോ കുറെ സീരീസ് ഉണ്ട്, ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനത്തെ കുറെ സീരീസ് ഹോളിവുഡില്. അവൻ ഭയങ്കര സംഭവമാണ്. അതേപോലെ ഒരു രാമായണം പോലെ ഒരു സീരീസ് ഇറക്കി എന്ന് പറയും. സീരിയൽ അല്ല, ഒരു സീരീസ്, ഒരു ഇറക്കി വന്നൊരു നല്ല സീരിയൽ സീരിയലല്ല, ഒരു സീരീസ് മാതിരി ഇറക്കി. അതേപോലെ നല്ല അതും സീരിയൽ ഒന്നും തന്നെയല്ലേ. അതിനെ പറ്റിയിട്ട് അന്വേഷിക്കൂ. നല്ല പ്രൊഡ്യൂസർമാരൊക്കെ കിട്ടുകയാണെങ്കിൽ അമിബ്രോ അത് ട്രൈ ചെയ്യണം. അതെ, അമിബ്രോ ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. റയാൻ അഷ്റഫ് പ്രൊഡ്യൂസ് ചെയ്യോ? പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വലിച്ചിടേണ്ട കാര്യമില്ല. എല്ലാത്തിനും കയറി കാശിടുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ അത് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് മാത്രമല്ല, ഡയറക്ടറിനെയും കൂടി നമ്മൾ നോക്കണം. കണ്ട അപ്പൂപ്പ ഡയറക്ടർമാർക്ക് നമ്മൾ വെറുതെ കാശ് മുടക്കുന്ന മണ്ടത്തരല്ല ബ്രോ. ഇത് അങ്ങനെ ഒരു രാമായണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ അതൊരു സിനിമയായാൽ സീരീസ് ആയാലും കിട്ടുന്നതിന് ലാഭവിഹിതം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ OTT ഇപ്പൊ ടെലഗ്രാം പോലുള്ള ഇതിലാകുമ്പോ എത്ര സ്ക്രീനുകൾ എത്ര പേര് കണ്ടു എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. ഒരു ഇതുണ്ട്. നമുക്ക് തിയേറ്ററിലാണെങ്കിൽ എത്ര കണക്ഷൻ, എത്ര സീറ്റ്, എത്ര ഷെയർ എന്നുള്ളത് ഒരു വ്യക്തമായ കണക്കുമായിരിക്കും അതിനൊരു ലാഭം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഒരു യാഷിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ, അതൊരു വലിയ കാസ്റ്റ്, അമിതാഭ് ബച്ചൻ അടക്കമുള്ള എല്ലാവരും കൊണ്ടുവരുമ്പോൾ, ഇങ്ങനെ ഒരു TV സീരിയൽ അല്ലെങ്കിൽ TV സീരീസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം ലാഭം ആ ഒരു ബിഗ് ബഡ്ജറ്റ് സംഭവത്തിൽ ഉണ്ടാവും. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം കൂടെയാണ്. അതാണ് ഈ രാമായണം അങ്ങനത്തെ ഒക്കെ. ഇപ്പൊ ഈ ഒരു
ഫാമിലി എന്റർടൈനർ അല്ലല്ലോ ഈ രാമായണം എന്ന് പറയുന്നത്. രാഹുൽ ബ്രോ, അപ്പോ പറയൂ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ പറഞ്ഞിരുന്നു പറഞ്ഞാൽ ഈ കളക്ഷൻ നേടുകയാണ് ഒന്നുകൂടിയും കാര്യമുള്ള കാര്യം, ക്വാളിറ്റി സിനിമനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞിട്ട്. അതിനെ കുറിച്ച് എന്താ രാഹുൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഞാൻ അഭിപ്രായമല്ലേ. രാഹുൽ ബ്രോന്റെ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കാണ്. എന്ത് എനിക്ക് ക്വാളിറ്റി സിനിമകൾ താല്പര്യമുണ്ട്, സമ്മതിച്ച് നല്ല സിനിമകൾ അപേക്ഷിച്ച്, പക്ഷെ കളക്ഷനുള്ള സിനിമകളും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഉണ്ണി ബ്രോക്ക് ഞാൻ രണ്ട് സിനിമ ഉണ്ണി ബ്രോ നല്ല സിനിമയാണെങ്കിലോ കളക്ഷൻ നേടുള്ളൂ. അല്ല നല്ല സിനിമയാണ്. ഇപ്പൊ പിന്നെ നൻപകൽ നേരത്തെ എന്ന് പറഞ്ഞ സിനിമ ഒക്കെ നല്ലൊരു സിനിമയാണ്, പക്ഷെ അതിന് വലിയ കളക്ഷനും അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ അതല്ല പറഞ്ഞത്, കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നല്ല സിനിമയായിരിക്കും. ക്വാളിറ്റി സിനിമയല്ലേ, അപ്പൊ പിന്നെ ക്വാളിറ്റി സിനിമ എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി സിനിമ വേഴ്സസ് കളക്ഷൻ നേടിയ സിനിമയാണോ പറയണേ? അതെ അതെ, ഈ കളക്ഷൻ നേടിയ സിനിമ ക്വാളിറ്റി സിനിമ ആണെങ്കിലല്ലേ നേടുള്ളൂ. അപ്പൊ ക്വാളിറ്റി സിനിമ വേഴ്സസ് ക്വാളിറ്റി സിനിമ ആയില്ലേത്? ഒരു അവാർഡ് സിനിമ എന്തൊക്കെ പൊട്ടത്തരാണ് വിളിച്ചു പറയണേ. അവാർഡ് സിനിമ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് കംപ്ലീറ്റ്ലി വേറെ സംഭവം. അതന്നെ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു രാഹുൽ ബ്രോ. എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, ക്വാളിറ്റി കളക്ഷൻ ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാൻ ക്വാളിറ്റി പടങ്ങളാണ് പ്രിഫർ ചെയ്യാം. ഇപ്പൊ കളക്ഷൻ നേടി കളക്ഷൻ നോക്കുന്നതിനെക്കാളും വെറുതെ സംസാരിക്കല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ കളക്ഷൻ നേടുന്ന സിനിമകളൊക്കെ ക്വാളിറ്റി സിനിമയായിരിക്കും. അതാണ് ഞാനും നേരത്തെ പറഞ്ഞത്. നമുക്ക് അതിന് എതിരായിട്ടൊരു എക്സാമ്പിൾ കൂടി കാണിക്കാൻ പറ്റില്ല. മോശം സിനിമ എത്ര കളക്ഷൻ നേടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദാഹരണം നമുക്ക് ഉദാഹരണം കാണിക്കാൻ പറ്റും. ഞാൻ ആസ് എ മമ്മൂട്ടി ഫാൻ എന്ന രീതിയിലും എനിക്ക് ടർബോ അത്രക്ക് വലിയ ഇഷ്ടമല്ല. എന്റെ ഒരു അഭിപ്രായമാണ്. പറയൂ. ആസ് എ മമ്മൂട്ടി ഫാൻ എന്നുള്ള രീതിയിലും എനിക്ക് ടർബോ അത്രക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷെ അതൊരു 50 മമ്മൂട്ടി ഫാൻ എന്ന് പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയാം. ഉണ്ണിബ്രോ ഇങ്ങനെ അല്ല, ഇത് പറയുമ്പോ അത് പറയേണ്ട കാര്യമല്ല. അമിബ്രോ ഞാൻ പറയട്ടെ, അത്ര മികച്ചൊരു കളക്ഷൻ ഒന്നും ടർബോ നേടിയിട്ടില്ല. 50 കോടിന്റെ മുകളിൽ കളക്ഷൻ. അതിന്റെ ബഡ്ജറ്റ് 80 കോടിയാണ് അമിബ്രോ. പിന്നെ അതൊക്കെ തിയേറ്റർ ഷെയറും മറ്റെല്ലാം കൂടി ചേർത്തിട്ടാണ്. പിന്നെ അതൊന്നും ഒരു കണക്കൊന്നും കറക്റ്റ് വ്യക്തമല്ല എവിടെയും. അതെ അതെ അതെ, മാമാങ്കത്തിന്റെ കളക്ഷൻ ഒക്കെ നമ്മളെല്ലാരും കണ്ടതാണ്. 300 കോടി 100 കോടിയോ 135 കോടി. പിന്നെ നമ്മൾ പറയേണ്ട ഒരു പ്രധാന കാര്യമാണ്, പല മലയാള സിനിമയിലത്തെ ആൾക്കാരും വേറെ അന്യഭാഷയിലേക്ക് പോകും. അത് മലയാളത്തിന്റെ ഒരു പ്രൗഡ് സംഭവമല്ലേ. മലയാളം അത്രയും പോപ്പുലർ ആയിക്കൊണ്ട് ഇരുന്നു എന്നുള്ളതൊരു ആണ്. പക്ഷെ അതേപോലെ ഇപ്പൊ മലയാള സിനിമയിലെ നടന്മാര് കുറെ അന്യഭാഷയിൽ പോയി അഭിനയിക്കുന്നുണ്ട്. അതല്ലേ ഞാനും പറഞ്ഞത്. അതെ, പക്ഷെ അന്യഭാഷയിലത്തെ നടന്മാരെ ലക്കി ഭാസ്കർ കണ്ടിട്ട് തന്നെയല്ലേ ഈ സംസാരിക്കുന്നത്. ലക്കി ഭാസ്കർ മൈക്കിൽ ഒച്ചയുണ്ട്, അതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് അഭിഷേക്. മഴയുടെ ഒച്ചയാണോ? അതെ അതെ. ഇപ്പൊ അതേപോലെ ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഓഡിയൻസ് ഒന്ന് ക്ഷമിക്കുക. അതേപോലെ ഇപ്പോ അന്യഭാഷയിലെ നടന്മാര് മലയാളത്തിൽ കൊണ്ടുവരുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കുറവാണ്, ഇല്ലാന്ന് ഫുൾ ആയിട്ട് ഇല്ലാന്ന് പറയുന്നില്ല, കുറവാണ്. അതിനെ കുറിച്ച് എന്താ രാഹുൽ ബ്രോന്റെ അഭിപ്രായം? അതൊക്കെ അവരുടെ ഡേറ്റ്സും സിനിമ. ഇതിപ്പോ ഞാൻ അമിബ്രോയോട് യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് നടന്മാരെയും നടിമാരെയും മാത്രല്ല, ഇപ്പൊ നമ്മള് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ രവി ഭാസ്കർക്ക് നമ്മുടെ മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞല്ലോ. മാർക്കോ ആയിക്കോട്ടെ, അതുപോലെ ഇപ്പൊ വരുന്ന ഏതൊരു സിനിമയിൽ കൂടി ഉണ്ടല്ലോ, മറ്റേ ഗെയിം ചേഞ്ചർ, ദുൽഖർ സൽമാന്റെ പടത്തിലും രവി ഭാസ്കർ ആണ്. അതുപോലെ നമ്മള് എല്ലാ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എന്തായാലും നമ്മള് ഇന്ത്യ മൊത്തത്തിൽ നമ്മുടെ നല്ലവരെ നമ്മൾ കൊണ്ടുവരണം. അല്ലാതെ ഇന്ന ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും നമ്മൾ കൊണ്ടുവരണമെന്നല്ല. മലയാളത്തിൽ തന്നെ ഒട്ടേറെ നല്ല ആൾക്കാരുണ്ട്. അത് കൂടാതെ അതിലും മികച്ചവരുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരണം, അത്ര. പിന്നെ എന്തായിരിക്കും ഇപ്പൊ ഒരാൾക്ക് എന്തായാലും മലയാളത്തിലെ ഒരു ആൾക്ക് ഇപ്പോ സ്ക്രിപ്റ്റിന് ആവശ്യപ്പെടുന്നതല്ലേ ചെയ്യാൻ പറ്റും. അതെ അതെ, അത് എല്ലാ മലയാളത്തിൽ തന്നെ ഒട്ടേറെ നല്ല നടന്മാരുണ്ട്. നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ആവശ്യത്തിന് നമ്മളെ ഇവിടെ ഇല്ലെങ്കിലല്ലേ നമ്മൾ അപ്പുറത്ത് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇപ്പോ ഒരു ബ്രാൻഡിങ് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഇല്ലെങ്കിൽ അപ്പുറത്ത് പോകണ്ടെന്നുള്ള അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു നമുക്ക് മലയാളത്തിൽ തന്നെ ഒട്ടേറെ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് അങ്ങനെ മനസ്സിലായോ? ശരിയാണ്, നമുക്ക് ഒരാളെ തപ്പി വേറെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാളില്ലെങ്കിൽ ക്യാരക്ടർക്ക് അനുസരിച്ച് വേണ്ട ആളെ ചൂസ് ചെയ്യാം. അപ്പൊ
ആ ഒരു പിന്നെ പടത്തിലെ ഏത് ക്യാരക്ടറാണോ അത് വെച്ചിട്ടാണ്. അത് ഇപ്പൊ അപ്പൊ നമ്മുടെ അതാണ് ഇവിടെ അഭിഷേക് ഇഷ്ടം ബ്രോ പോലെ പറഞ്ഞത്. ആൾക്കാരുണ്ടെന്ന് കരുതിയിട്ട് ഒരു ഏത് തമിഴനാണ് വേഷായിക്കോട്ടെ. വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു അപ്പൊ തമിഴ് അഭിഷേക് ബ്രോ ആക്ടർ തന്നെ കൊണ്ടുവരണല്ലോ. അതിനെ അഭിഷേക് ബ്രോ പറയുന്നത് ഏത് വേഷം ആയിക്കോട്ടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ മോളിവുഡിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ ഇന്ന ഇപ്പൊ വേഷം ഇപ്പൊ ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞ് നമ്മൾ അപ്പുറത്ത് പോവില്ല. മനസ്സിലായോ? പിന്നെ ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഏത് ചെയ്യാനിപ്പോ ഒരു തമിഴനായിട്ടുള്ള ഒരാൾ വേണം. അതെ അതെ അങ്ങനെ ഇപ്പൊ അതല്ല ഞാൻ ബ്രോ മലയാളികൾക്ക് ഒരു ചെയ്യാൻ പറ്റില്ല ഒരു എന്നല്ല ഞാൻ പറയുന്നത്. നോർമൽ തമിഴിന്റെ റോൾ ചെയ്യാൻ വേണ്ടി ആരും രജനീകാന്തിനെ വിളിക്കില്ല അഭിഷേക് ബ്രോ. ഈ അതെ അതെ ഞാൻ തമിഴിന്റെ റോൾ രജനീകാന്തിനെ ചെയ്യാൻ വിളിക്കണമെന്ന് ഗുരുവായൂർ ഞാൻ ഒരിക്കലും അമ്പലനടയില് പറഞ്ഞിട്ടില്ല. ഞാൻ യോഗി രജനീകാന്തിനെ ബാബുവിനെ വിളിക്കാത്തതിന് വിളിച്ചില്ലേ? കുറ്റം പറഞ്ഞിട്ടില്ല. ഗുരുവായൂർ അല്ല അല്ല അമ്പലനടയില് ഇല്ല. യോഗി ബാബു വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിബ്രോ അമ്മിബ്രോ ആടുജീവിതം എന്നെ ചെയ്യാൻ പോലെ വേണ്ടിട്ട് ആവല്ലേ ആദ്യം ഉണ്ണിബ്രോ, ആടുജീവിതം അത്രേ ചെയ്യാൻ പറയാൻ ആദ്യം അതെ പറ്റുള്ളൂ. അതെ 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 വിക്രമിനെയാണ് ചെയ്തത്. വിക്രമ ഡ്രോപ്പ് ചെയ്യുന്ന പ്രൊജക്ട്. അങ്ങനെ വേറെ കുറെ പ്രൊജക്ടുകൾ ആടുജീവിതത്തിനോ? തമിഴ് ആടുജീവിതത്തിന് അത് വിക്രാണ് അതെ 16 വർഷം മുന്നേ പുതിയൊരു അറിവായിരുന്നു. ബ്ലസ് പോയിട്ടുണ്ട്. വിക്രം അതുപോലെ തന്നെ ഒട്ടേറെ മലയാള സിനിമകളിൽ പണ്ടുണ്ടായിരുന്നു. വിക്രം ആദ്യമായിട്ട് മലയാള സിനിമയിലാണ് വന്നത്. ധ്രുവത്തിലാണോ വിക്രം ആദ്യമായിട്ട് വന്ന്? ആയിരിക്കും. അതെ 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 ആണെന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും മലയാള സിനിമയിലാണ്. അതേപോലെ പിന്നെ നയൻതാര, കുറെ കീർത്തി സുരേഷ് ഇതൊക്കെ മലയാളികളുടെ പ്രൊഡക്ട്സ് ആണ്. കുറെ മലയാളികൾ തമിഴിൽ പോയിട്ട് ഭയങ്കര ഹിറ്റ് ആയിരിക്കുന്നു. അതേപോലെ കുറെ ആൾക്കാരുണ്ടല്ലോ, വിക്രം, നയൻതാര ഉണ്ടല്ലോ. അങ്ങനെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. അതില് മലയാളികൾക്ക് പിന്നെ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം തെലുങ്ക്, ഹിന്ദി സിനിമയിൽ നിന്ന് ഒരാളെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ആര്യ, ഉറുമിയിൽ ആര്യ ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പക്ഷെ ഒരു മലയാളത്തിൽ പ്രഭുദേവ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ രാഹുൽ ബ്രോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോ നമ്മൾക്ക് ഇപ്പൊ ഒരു തെലുങ്കുന്ന് അല്ലെങ്കിൽ തമിഴ്ന്നോ അല്ലെങ്കിൽ ഹിന്ദിന്നൊക്കെ നമുക്ക് ആൾക്കാരെ വിളിക്കേണ്ടി വരൂല. നമ്മൾ അങ്ങനെ ഒരു സിനിമ ഇപ്പൊ ആകെ ചെയ്തത് എമ്പുരാൻ മാത്രമാണ്. വേറെ ഏത് സിനിമയാണ് അല്ല, അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുമ്പോൾ ഇനി കാലക്രമേണ അങ്ങനെ ഒരു റോൾ ആവശ്യം വരുമെങ്കിൽ തീർച്ചയായും നമുക്ക് RRR കാണാം. ഇപ്പൊ ആലിയ ഭട്ടിന്റെ റോളൊക്കെ ആലിയ ഭട്ടിന് വലിയ നല്ല റോളൊന്നും അല്ല. അതൊക്കെ ഒരു വലിയ പാൻ ഇന്ത്യൻ ക്യാൻവാസിൽ ഇറങ്ങുന്ന ഒരു പടമാണ്. സിനിമ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജയിലറിൽ കണ്ടില്ലേ, ഓരോ എല്ലാ സ്റ്റേറ്റത്തെയും ഓഡിയൻസിനെ പിടിക്കാൻ അത്രയും എന്ത് ചെയ്തിരിക്കണേ. അതില് മോഹൻലാലിനെ പോലത്തെ ഒരു റോള് അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു റോൾ പറയുന്നേക്കാളും നല്ലത് ഉണ്ടാക്കി എന്ന് പറയുന്നത്. സത്യം. അതുപോലത്തെ നല്ല റോൾസ് ഉണ്ടെങ്കിൽ എന്താണ് പെർഫോം ചെയ്യാൻ ആളെ കൊണ്ടുവരണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ വരുന്ന ജയിലർ 2 ബല്ലയ്യ എല്ലാരും ഉണ്ട്. അത് നമ്മള് കണ്ടറിയണം. അപ്പോ ശരിക്കും ജയിലർ എന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ രണ്ടാമത്തെ ദിവസം കണ്ടുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, സാറ്റിസ്ഫൈഡ് ആയ മൂവി. ജയിലർ ഞാനും തിയേറ്ററിൽ ഞാൻ കണ്ടത്. അതെ. പക്ഷെ ഇപ്പൊ അതേപോലെ ഇപ്പൊ നമ്മളെ മലയാളികൾ പോയിട്ട് എത്ര സിനിമകൾ ഹിറ്റ് ഫ്ലോപ്പ് ആയിരിക്കുന്നു. അതെ അതെ കുറെ നടിമാരുണ്ട് നമ്മളെ. ഇപ്പൊ പ്രിയാവാര്യയുടെ പ്രധാനമായിട്ടും നടിമാര് കുറെ നടിമാര് പുറത്തു പോയിട്ട് സൈഡ് റോൾ ചെയ്ത് ചെറിയ റോളുകളിലാണ്. പ്രധാനമായിട്ട് പറയേണ്ട ഐശ്വര്യലക്ഷ്മി മാത്രല്ല, ഐശ്വര്യലക്ഷ്മിയുടെ പൊന്നിയൻ സെൽവനിലെ റോള് വളരെ നല്ലതായിരുന്നു. ചെറിയ റോൾ അല്ലെങ്കിലും തഗ് ലൈഫില് ഒരു വേസ്റ്റ് റോളായിരുന്നു, ഒരു ആവശ്യമില്ലാത്ത. ഇപ്പൊ ലാസ്റ്റിലെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ ഐശ്വര്യലക്ഷ്മി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, അതോ ഞാൻ എന്തോ റീൽസിൽ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കിങ് ഓഫ് കൊത്തക്ക് ശേഷം റോളൊന്നും നല്ലത് കിട്ടുന്നില്ല എന്ന്. അത് രാഹുൽ ബ്രോ കണ്ടിരുന്നു. ആക്ച്വലി കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്നത് മ്യൂസിക് അക്കാര്യത്തില് അഭിനന്ദിക്കണം. ചെയ്ത എല്ലാ വർക്കും എനിക്ക് തുടർച്ചയായി ചെയ്ത തുടരും. പിന്നെ രണത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. രണം തുടരും. പിന്നെ നരിവേട്ടയിലെ സോങ് ആണെങ്കിലും എല്ലാം വളർന്നു വരുന്ന ഒരു അനിരുദ്ധാണ്. നാനിയുടെ സിനിമയിലൊക്കെ നമ്മള് കണ്ടിട്ടില്ലേ? ഏതില് ഈ വളർന്നു വരുന്ന അനിരുദ്ധ് എന്ന് പറയാൻ എനിക്ക് അത് മനസ്സിലാവുന്നില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അതെ, സ്റ്റൈലുണ്ട്. അനിരുദ്ധും കമ്പയർ ചെയ്യേണ്ട സുപ്രീം രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് വളർന്നു വരുന്ന അനിരുദ്ധ് എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനല്ല പറയുന്നത്. ഇപ്പൊ അനിരുദ്ധ് തമിഴ്നാട്ടിൽ ഭയങ്കര എല്ലാ സിനിമ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ അതിൽ നല്ല നല്ല ഹിറ്റ് പാട്ടുകളൊക്കെ. ഒരു ഡൗട്ട്. കാര്യം പറയട്ടെ, ഒറ്റ കാര്യം. അമൻ ബ്രോന്
റഹ്മാനെയാണോ ഇളയരാജയാണോ അനിരുദ്ധാണോ സുപ്രീം ആയിട്ട് തോന്നുന്നത്? അങ്ങനെ സുപ്രീം അല്ല രാഹുൽ ബ്രോ, ഞാൻ ഇപ്പൊ പറയുന്നത്. അല്ല ബ്രോനെ ടോപ്പ് ആയിട്ട് തോന്നണ ആരാ? ബ്രോന്റെ അങ്ങനല്ല, സജഷൻ ഓരോരുത്തർക്കും ഓരോ അല്ല ബ്രോന്റെ ഉണ്ട്. അഭിപ്രായത്തിൽ അമൻ ബ്രോ ആരാ നല്ലത്? ചോദിക്കണേന് മറുപടി പറയും. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നല്ല അല്ല, ആമി ബ്രോ ചോദിച്ച അത് ചോദ്യത്തിന് ചോദിക്കണേനുള്ള മറുപടി മറുപടി കൊടുക്കുക. പറ ബാക്കി ആദ്യം പിന്നെ ഒന്ന്. ഞാൻ പറയട്ടെ, ഞാൻ സമ്മതിക്കുങ്ങൾ പറയാം. എന്നാ പിന്നെ ഈ ഒറ്റയ്ക്ക് ഇപ്പൊ സംസാരിച്ചാൽ മതിയല്ലോ. ഇപ്പൊ എന്നാ ഉണ്ണിബ്രോ ഇറങ്ങിക്കോ, ഉണ്ണിബ്രോ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചോളാം. അതിന് ആമി ബ്രോ വേറെ സ്ഥലത്ത് പോകുന്നതല്ല, നമ്മള് മൂന്നാൾ ഇറങ്ങണ്ടേ? അതെ അപ്പൊ അതെ. രാഹുൽ ബ്രോ പറഞ്ഞോ സുപ്രീം, അങ്ങനെ അനിരുദ്ധ് സുപ്രീം ആയി എന്നല്ല ഞാൻ പറയുന്നേ. രാഹുൽ ബ്രോ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നേ. ഇപ്പൊ ഞാൻ ആ ചോദ്യം നിഷേധിച്ചു. ഓക്കെ, ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷം വരും. എനിക്കിപ്പോ അങ്ങനെ എനിക്കിപ്പോ ഓരോരുത്തരെയും ഒരാള് സുപ്രീം ആയിട്ട് എനിക്ക് ഇതുവരെയായിട്ട് കാണാൻ, ഐ മീൻ ബ്രോ സുപ്രീം ആയിട്ടുള്ളതല്ല, ബ്രോന് ഇഷ്ടപ്പെട്ടത് ആരാ ഈ എനിക്ക് മൂന്നാളി? ഇപ്പോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ അനിരുദ്ധൻ തന്നെയാണ്. ഓക്കെ, അയ്യോ ആമി ബ്രോയുടെ ടേസ്റ്റിനെ പറ്റി നമുക്കിപ്പോ വിലയിരുത്താൻ പറ്റില്ല ഇതിലൂടെ. ഇളയരാജയൊക്കെ വെച്ചിട്ടാണ് അല്ല, ആമി നമ്മൾ ബ്രോ ഒരാളുടെ ടേസ്റ്റ് വെച്ച് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അല്ല അങ്ങനെയല്ല ഞാൻ പറയാ, ഇളയരാജനൊക്കെ വെച്ചിട്ടാണ് അനിരുദ്ധിനെ കമ്പയർ ചെയ്യുന്നത്. ഇത് എന്ത് സോർട്ട് ഓഫ് കമ്പാരിസൺ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആമി ബ്രോ ഈ എന്റെ മാസ് താല്പര്യമല്ല ഫിലിംസിന്റെ അതെ അതെ ബ്രോ. അതെ ഞാൻ എനിക്ക് പറയാം, ആരെ ഇഷ്ടം? മാസ് ഫിലിംസിനെ മാത്രം ഒരു അല്ല, ആസ്വാദാവാണ് ആമി ബ്രോ ഞാൻ മാത്രമാണ് വിശ്വസിക്കുന്നു. അനിരുദ്ധ് ആയിക്കോട്ടെ, ഫിലിം. അനിരുദ്ധിന്റെ എത്ര നല്ല പാട്ടുകളുണ്ട്. എന്റെ അതെ അതെ ഇളയരാജ അമൻ ബ്രോ വെച്ച് കമ്പയർ ചെയ്യാൻ സോഷ്യൽ മാത്രം അതെ ശരിയാണ് എന്റെ ആമി ബ്രോ പറയുന്നത് അമൻ ബ്രോ ശരിയാണ്. സോഷ്യൽ ഇളയരാജ മീഡിയയിലൂടെ മോശമാണ്, സിനിമകൾ കാണുന്നത് അനിരുദ്ധാണ്. ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സോഷ്യൽ എങ്ങനെ? മീഡിയയിലൂടെ സിനിമകൾ കാണുന്നത് അറിയുന്നതിനും അതെ 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 പോലെയാണ് എനിക്ക് ഇളയരാജ തോന്നിയത്. മോശമാണ്, അനിരുദ്ധാണ് ഇളയരാജ അടിപൊളിയെന്നൊക്കെയാണ് മോശമാണ് പറയുന്നത്. ഞാൻ എവിടെ പറയുന്നില്ല. അതൊക്കെ റയാൻ ബ്രോ, അതെ റയാൻ അതെ ബ്രോ വെറുതെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. ഡീവിയേഷൻ ചെയ്യും. ഞാൻ എന്റെ ഇഷ്ടമാണ് ഇല്ലല്ല ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ഇളയരാജ അതന്നെ മോശമാണ്, ഞാൻ പറഞ്ഞത്. അല്ല ഞാനൊന്നും റഹ്മാൻ പറഞ്ഞിട്ടില്ല മോശമാണ് ആമി. ഞാൻ നമ്മൾ ഒരുപാട് പറഞ്ഞില്ല. കാണാൻ റയാൻ ബ്രോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇളയരാജ മോശമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇളയരാജയെക്കാളും നല്ലത് ആ, അനിരുദ്ധാണെന്നാണ് ബ്രോ എന്റെ പറഞ്ഞത്. പ്രിഫറൻസ് അങ്ങനെയാണ്. ഇപ്പൊ അതെ ഞാൻ ആ പ്രിഫറൻസ് ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്നല്ലേ ഉള്ളൂ ആമി അത് ബ്രോ. എന്തിനാണ് നെർവസ് ആവുന്നത്? ഓരോരുത്തരാൾക്കാരെ പ്രിഫറൻസ് അല്ലേ. റയാൻ ബ്രോ അതെ അതെ നെർവസ് ആവല്ലേ അതിന് ബ്രോ, ഒന്നും പറഞ്ഞ നെർവസ് ആവല്ലേ ബ്രോ. പ്രിഫറൻസ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഒന്ന് പറഞ്ഞ റയാൻ ബ്രോ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ പറഞ്ഞ ഇളയരാജനെ മോശമാണെന്നാണ് ആമി ബ്രോ. ബ്രോ തപ്പി പറഞ്ഞത്. തടയല്ലേ ആമി ബ്രോ, നെർവസ് ആയിട്ട് തപ്പി ഇല്ല, തടയല്ലേ. രാഹുൽ ബ്രോ അടുത്ത ടോപ്പിക് ഇടും. വേറെ എന്തൊക്കെയാണ്? ഇല്ല, റയാൻ ബ്രോ എന്തൊരു കാര്യത്തിന് അതെ, ഇതിൽ തിന്ന് കഴിഞ്ഞാൽ എം എൻ ബ്രോ വീണ്ടും നാണം അതെ കെട്ടോണ്ടിരിക്കത്തേ അതെ ഉള്ളൂ. നമ്മുടെ ഞാൻ നാണം പോഡ്കാസ്റ്റിന്റെ കെട്ട ഒരു എനിക്ക് കുഴപ്പമില്ല. ഭംഗി ആമി ബ്രോ കളയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അത് വിടും. അത് വിടും. നമ്മളെ സിനിമ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? അഭിഷേക് ബ്രോ പറയും. എന്താണ് കേട്ടില്ല ഒന്നുകൂടെ. നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ ഓക്കെ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? സമൂഹത്തിൽ അത് നമ്മൾ ഓരോരുത്തര് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് സിനിമ കണ്ടിട്ടാണോ നമ്മള് പറയൂ. മനസ്സിലായല്ലോ. പറയൂ. കടം കെട്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കലോ. എന്താ ഉണ്ണിബ്രോക്ക് ഒന്നിനും ഒരു ഉത്തരം? ഹലോ, ഞാൻ കേട്ടില്ല ഒന്നുകൂടി. നമ്മുടെ മലയാള സിനിമ സമൂഹത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മള് എങ്ങനെയാണ് ഒന്നുകൂടി ഞാൻ എനിക്ക് ആ മഴ കാരണം നമ്മള് സിനിമ ആസ്വദിച്ചാ മതി. എങ്ങനെയാണ് എന്താണ് രാഹുൽ ബ്രോ ചോദിച്ചത് ഒന്നുകൂടി? ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എങ്ങനെയാണ് ഒരാളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ ആമി ബ്രോ, അല്ല രാഹുൽ ബ്രോ, അതെന്താന്ന് വെച്ചാല് നമ്മള് എങ്ങനെയാന്ന് വെച്ചാൽ മലയാള സിനിമ എല്ലാ സോർട്ട് ഓഫ് നമ്മുടെ എല്ലാം ഭൂമിയിൽ നടക്കുന്ന എന്തായിക്കോട്ടെ അതിനെപ്പറ്റി സിനിമ എടുക്കണം. അതിൽ ഏത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് തീരുമാനിക്കണം നമ്മളാണ്. അല്ലാതെ ഒരു സിനിമ അങ്ങനെയെന്ന് വിചാരിച്ച് നമ്മൾ അതുകൊണ്ട് ഞാൻ പകുതി ഒഴുങ്ങിയിട്ട് പറഞ്ഞത്. അതെ, അത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആണെന്ന് നമ്മൾ വിചാരിക്കണം. ഇപ്പൊ എന്തൊക്കെ കൈൻഡ് ഓഫ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 100 നല്ല സിനിമ ഇറങ്ങിയാലാണ് ഒരു മോശം നമുക്ക് മൈൻഡ് തരുന്ന ഒരു സിനിമ ഇറങ്ങുള്ളൂ. അത് മോശം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം നമ്മളാണ് വിചാരിക്കേണ്ടത്. അത് സിനിമയെ വഴിചാരാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, മോശം ഇൻഫ്ലുവൻസ് തരും എന്ന് പറയുന്നത് കുറെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് പരാമർശങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ. അത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ കുറച്ച് മുൻപ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷഹബാസ് എന്ന കുട്ടി സ്കൂളിലുണ്ടായ തല്ലുപിടിയിൽ മരിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അത് ഒരു അടിപ്പടങ്ങൾ അന്നാണെങ്കിൽ മാർക്കോ എന്ന സിനിമ അതിന് കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനത്തെ സിനിമകൾ കണ്ട് കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡായിട്ട് ഈ സിനിമകളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവം പഠിക്കുന്നത്. അത് തികച്ചും ഒരു ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.
അതെ ആ, അതെ എന്റെ ഒരു തീർച്ചയായിട്ടും കൂട്ടുകാരൻ ഞാൻ തീർച്ചയായിട്ടും. പറഞ്ഞു കാരണം നേരത്തെ എന്താന്ന് എന്റെ വെച്ചാല് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അവൻ എന്ന് പറഞ്ഞിട്ട്, അവൻ അനാസ് എന്ന് പറഞ്ഞ ഒരു പേര്, അവൻ രാജ അനാസ് എന്ന് പറഞ്ഞ ഒരു പേര്. അതെ അതെ പറയൂ. രാഹുൽ ബ്രോ അമൻ എന്ന് എനിക്കറിയാം, പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ രാഹുൽ എനിക്കറിയാം. ബ്രോക്ക് അങ്ങനെ പറയാം കേട്ടോ. അല്ലാതെ അവൻ എന്ന് പറഞ്ഞിട്ട് വലിയ ഓവറാ അമി ബ്രോ ഒന്ന് അമി ബ്രോ ഒരു അമി ബ്രോ എന്തിനാ ദേഷ്യം വന്ന് സംസാരിക്കാം. നെർവസ് ആവാതിരിക്കും? നമ്മള് ഒരു കാര്യം ബ്രോ പറയുമ്പോ എല്ലാത്തിനും കേറി അമി ബ്രോ ഏത് വെറുതെ പൊട്ടൻസ് മനസ്സിലാവും നെർവസാക്കും. അവാൻ എന്ന് പറഞ്ഞാൽ അമാൻ എന്നാണ്. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇത് അപ്പൊ ബ്രോ അമ്മാൻ എന്ന് ഓരോന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൂട്ടി ഇങ്ങനെ അവാൻ ബ്രോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് സെക്കൻഡ് പറഞ്ഞതേ നിർത്തിയേക്ക് ഉള്ളൂ. ബ്രോ. അപ്പൊ അമ്മാൻ എന്ന് പറഞ്ഞാൽ അവാൻ എന്നാണ് അർത്ഥം. ആ അതെ അതെ അതൊരു പറയൂ. രാഹുൽ ബ്രോക്ക് അതെ എവിടെയാണ് അതെ അവാൻ അമി എന്ന് ബ്രോ പറഞ്ഞ എന്തൊക്കെ വാസ്തവം ഇല്ലാതെ വെറുതെ നമ്മുടെ സോറി അത് സോറി, വേറെ നമ്മുടെ ടോപ്പിക് വേറെ ആൾക്കാരെ ടോപ്പിക് ഒന്നും വേറെ കേട്ട് ടോപ്പിക് ഞാൻ നമ്മളെ ഇതിനെ തെറ്റിദ്ധരിക്കരുത്. കുറിച്ച് എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. രാഹുൽ ബ്രോ പറഞ്ഞതിനും രാഹുൽ ബ്രോ പറയാം. കംപ്ലീറ്റ് ചെയ്യട്ടെ അമി ബ്രോ, ആ എന്നിട്ട് അല്ല സംസാരിക്കാം. കുഴപ്പമില്ല, അമൻ ബ്രോ പറയട്ടെ. ആ അമൻ ബ്രോ ഓക്കെ. ഇപ്പോ എല്ലാ സിനിമയിലും ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഗുഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഏത് പടം എടുത്ത് നോക്കുമ്പോഴും. അപ്പൊ ഈ ഒരു ഓക്കെ പറയും. അപ്പൊ അതിൽ നിന്ന് ഗുഡ് മാത്രം എടുക്കുകയാണ് നല്ലതെന്നാണ് എല്ലാവരും. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ എടുക്കുകയാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമ താങ്കൾ കണ്ടു, അതിലൊരു ബാഡ് ഇൻഫ്ലുവൻസ് തോന്നിയ രണ്ട് കാര്യം അതില് ഒരു കാര്യം ഞാൻ പറയാം. അതില് ആ മറ്റേ യോഗലക്ഷ്മിയുടെ കാമുകൻ അറ്റ് എ ടൈം 2 കാമുകനൊക്കെയാണ് പ്രണയിക്കുന്നത്. അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലേ? അതൊക്കെ ആരെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ചിന്തിക്കുവോ? ഞാൻ പറയാം, പടത്തിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അമി ബ്രോ അതൊരു സർക്കാസ് ആയിട്ട് പറഞ്ഞതാണ് രാഹുൽ ബ്രോ. നമുക്ക് സർക്കാസം മനസ്സിലാക്കാനുള്ള ഒരു ഇതുപോലും ഇല്ലാതെ പോയി നമുക്ക്. രാഹുൽ ബ്രോ അതെ തീരെ തരം താഴ്ന്നു പോയി എന്നാണ് നമുക്ക് പറയാം. ആയിക്കോട്ടെ അമി ബ്രോ കണ്ടിന്യൂ. അപ്പൊ അതേപോലെ ഇപ്പോ തമിഴിലൊരു ഇറങ്ങിയൊരു ബ്യൂട്ടിഫുൾ മൂവിയാണ് മെയ്യഴകൻ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബ്യൂട്ടിഫുൾ മൂവി രാഹുൽ ബ്രോ. അടിപൊളി മൂവി, സൂപ്പർ. അതില് റയംബ്രോക്ക് എന്താണ് അതിലെ പറയൂ. മെയ്യഴകനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മെയ്യഴകൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് തിയേറ്ററിൽ അത് കാണാൻ സാധിച്ചില്ല. ഞാൻ OTT-ലാണ് അത് കണ്ടത്. അതും എന്റെ സ്വയം താല്പര്യമല്ല. ഞാൻ കാണണം അങ്ങനെ ഒരു അല്ല, ഞാൻ തിയേറ്ററിൽ എന്റെ അഭിപ്രായത്തിൽ സിനിമ തിയേറ്ററിൽ കാണുന്നതാണ്. നമുക്ക് ആ ഫോണിലാ അല്ലെങ്കിൽ ടിവിയിൽ ഇത്ര അത് ശരിയാണ്. അതെ അതെ. ചില ആളുകളുണ്ട് തിയേറ്റർ പ്രിന്റ് കാണുന്ന ആൾക്കാര്, അവരെ കുറിച്ച് എന്താ പറയുള്ളത്? അല്ല, അതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഈ ടെലിഗ്രാം, മനസ്സിലായോ? ഞാൻ അതല്ല പറയുന്നത്. എന്താന്ന് വെച്ചാല് ഈ ചിലവരുണ്ട് പ്രേമലൊക്കെ OTT കണ്ടിട്ട് എന്ത് പടമാണ് പ്രേമലു, ഇതിനാണോ ഇത്ര ഹൈപ്പ് കൊടുത്തേ, അങ്ങനെ ഞാൻ ഒട്ടേറെ എൻ്റെ ഒരു കുറെ ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പ്രേമലോ ഇതിനാണോ ഇത്ര. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എന്റെ സ്കൂളിലത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ മുസ്ലിം അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടാണ്. അവരെന്താണ് സിനിമ തിയേറ്ററിൽ പോകുന്നത് മോശമാണ്, അങ്ങനെയൊക്കെ ഒരു മൈൻഡുള്ളവരാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, ഞാൻ പറയാം. അപ്പൊ എന്താന്ന് വെച്ചാൽ അവര് സിനിമ തിയേറ്ററിൽ പോയി കാണില്ല, എന്നിട്ട് വന്ന് ഇപ്പോ ലൂസിഫർ അല്ല മറ്റേ പ്രേമലു, അതുപോലെ മാസ് ഫിലിം ഉണ്ടല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ എമ്പുരാൻ എല്ലാവർക്കും പറ്റിയിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. വേറെ ഇപ്പൊ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സിനിമ വന്നു. ഇപ്പൊ ഇനിയിപ്പൊ വരാൻ പോകുന്ന തുടരത്തിനെ കണ്ടിട്ട് ഞാൻ കേട്ടിട്ട് അവരുടെ അഭിപ്രായം കേട്ടിട്ടില്ല. എന്താണ് OTT നമ്മളിപ്പോ തിയേറ്ററിൽ നിന്ന് കാണുന്ന നമുക്ക് ആ ഒരു ഫുള്ള് ആംബിയൻസോ അല്ലെങ്കിൽ ആ സിനിമ ആസ്വദിക്കാനോ നമുക്ക് ഫോണിലോ ടിവിയിലോ കണ്ടാൽ സാധിക്കില്ല. അതെ, ഞാൻ അതിനോട് തീരെ യോജിക്കുന്നില്ല. ഇങ്ങനെ കണ്ടിട്ട് സിനിമ ഇങ്ങനെ കണ്ടാലും ഒരേപോലെ ആണെന്ന് പറയുന്നവരോട്. മനസ്സിലായോ? ഇപ്പൊ പ്രേമലു കണ്ടിട്ട് പ്രേമലാണ് ആൾക്കാർ ഇത്ര ചിരിച്ചത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ എത്രങ്ങാനും പേര് ഞാൻ ഓൺലൈനിലൊക്കെ വിമർശനം കണ്ടിരുന്നു. ഫോണിലോ അല്ലെങ്കിൽ ടിവിയിലോ കാണുന്ന പോലെയല്ല തിയേറ്ററിൽ നമ്മൾ ആ ഒരു സിനിമ ആസ്വദിക്കുമ്പോ. അത് മനസ്സിലാക്കാത്ത തിയേറ്ററിൽ പോവാത്തവരാണ് എന്ത് പറയുന്നത്. എന്റെ അഭിപ്രായത്തില് അത് സിനിമേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു നെഗറ്റീവായിട്ട് ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ ഡൗൺ ആണെന്ന് എഴുതി, നമുക്കിപ്പോ ഒരു ആർത്ത് വിളിക്കാനോ ഇതൊന്നുമില്ല. നമ്മുടെ കൂടെയുള്ള ഓഡിയൻസ് ആ ഒരു വൈബാണെങ്കിൽ നമുക്ക് തന്നെ ആ വൈബ് നമുക്ക് തന്നെ വരും. ഒരു പാക്കഡ് തിയേറ്ററിലാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ കൈയടിക്കുന്ന വെച്ചാൽ നമ്മൾ ആ സിനിമ അത്രയും എൻജോയ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു വെറുത്തിട്ട് നമ്മൾ അങ്ങനെ ഒരു സിനിമ. അപ്പൊ ഞാൻ ഈ അടുത്ത് ബസൂക്ക എന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ പോയി. അപ്പോ അന്ന് അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാസം എന്ത് സീനുകൾ പോയാലും ഓഡിയൻസിന് പോലും കൈയടിക്കാനോ ആർത്തി വിളിക്കാനോ ഉള്ള ഒരു
ഇത് ഇല്ലല്ല, തോന്നില്ല. അതുകൊണ്ട് കയ്യടി തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ആറാട്ടെണ്ണം വന്നപ്പോ നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. ആറാട്ടെണ്ണം വന്ന സീൻ മാത്രം ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഇപ്പൊ രാഹുൽ ബാക്കിയുള്ള സീനുകളൊന്നും ഒരു പറയട്ടെ ഒരു നമുക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ തോന്നിയില്ല. ഞാൻ വേറെ സിനിമകൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ, മമ്മൂട്ടി ആരാധകനാണ്, പക്ഷെ ഞാൻ അതിന്റെ റിവ്യൂ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ അവർ പറയുന്നിട്ട് ഞാൻ ആ സിനിമ കാണാൻ പോയില്ല. അത് തന്നെയാണ് നമ്മുടെ മലയാളം ഓഡിയൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു വരേണ്ട കാര്യം തന്നെയാണ് അത്. ആരാധകരായിക്കോട്ടെ, സിനിമ നല്ലതല്ലെങ്കിൽ നമ്മളത് കാണില്ല. അത് കാണൂല, ഷുവറാ. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ. പറയൂ. ഇപ്പൊ ചില മൂവീസ് ഉണ്ട് മസ്റ്റ് തിയേറ്ററിൽ വാച്ച്, അത് നമ്മൾ തന്നെ പോയി കാണാം. അല്ലാതെ നമുക്കിപ്പോ ഈ ഇപ്പൊ റയംബ്രോ പറഞ്ഞു ടിവിയിലൊക്കെ ആണ്. അപ്പൊ നമ്മളൊരു 5 ഫ്രണ്ട്സ് അല്ലെങ്കിൽ 6 മെയ്യഴകനൊക്കെ ഓക്കെയാണ്. മെയ്യഴകനൊക്കെ ഇപ്പൊ തിയേറ്ററിൽ കണ്ടില്ല, ഫോണിൽ കണ്ടു, ടിവി കണ്ടാലും ഓക്കെയാണ്. പക്ഷെ അതെ, എന്നിരുന്നാൽ കൂടി തിയേറ്ററിന്റെ ആ ഒരു ഇത് കിട്ടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. തിയേറ്ററിൽ പോയി കാണുന്നില്ല. ഇപ്പൊ നമ്മളൊരു 5 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ 6 സുഹൃത്തുക്കളൊക്കെ ഇരുന്നിട്ട് ഒരു ടിവിയിൽ അല്ലെങ്കിൽ ഒരു ഫോണിലോ. പക്ഷെ എന്താന്ന് വെച്ചാൽ അമിബ്രോ, എന്താന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് വെള്ളം കുടിക്കണമെങ്കിൽ നമ്മള് ഫോണിലോ ടിവിയിലോ കാണണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും. ചിലപ്പോ ഒരു സിനിമ 3 വട്ടമൊക്കെ എടുത്തിട്ടാവും കാണും. ഒരു ദിവസം കുറച്ച് കാണും, അപ്പുറത്തെ ദിവസം കുറച്ച് കാണും, അങ്ങനെയും കാണും. അപ്പൊ ആ സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുന്ന ആ ഒരു വ്യൂ കൈൻഡ് ഓഫ് വ്യൂ അത് കിട്ടില്ല. അതെ, നമുക്ക് ആ ഒരു സിനിമ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ അവർ ഫസ്റ്റ് കാണിക്കുന്നുണ്ടാവും. അത് നമുക്ക് നോട്ടീസ് ചെയ്ത് അത് സിനിമയുടെ എൻഡ് എത്തുമ്പോഴാവും, ക്ലൈമാക്സിലാവും അത് അതിന്റെ ഒരു പ്ലോട്ട് അവരിടുക. അത് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് അങ്ങനെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു സിനിമ ആയിരിക്കുമ്പോ അത് കാണാനായിട്ട് വന്നിരിക്കും, നമ്മുടെ മൈൻഡ് ഫുൾ ആ സിനിമയ്ക്ക് പോയി. ഇത് അങ്ങനല്ലേ, നമുക്ക് വേറെ ഒരാൾ വിളിക്കുക, ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ വേറെ വിളിച്ചാൽ വെള്ളം കുടിക്കാൻ പോകാൻ, മൂത്രം ഒഴിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ ഇതില് മൈൻഡിൽ അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഹോം സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതില് തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഫുള്ളൊറ്റരിപ്പിൽ കാണാൻ ശ്രമിക്കണം, ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് OTT-യിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമ സൂഫിയും സുജാതയാണ് OTT-യിൽ ഇറങ്ങിയ ഫസ്റ്റ് സിനിമ. വളരെ മെച്ചൊരു സിനിമയാണ്. അങ്ങനത്തെ കുറച്ച് സിനിമകളിൽ അങ്ങനത്തെ ഒരു വാർണിംഗ്, ഐ മീൻ ഒരു എന്താ പറയാ, ഒരു നോട്ട്, പോയിന്റ്സ് ടു ബി നോട്ടഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. ഇപ്പൊ കുറെ സിനിമക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു സിനിമയിൽ ഒതുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എന്നാലും സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന് കരുതി കുറെ സിനിമകൾ എടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുള്ളൂ എല്ലാവർക്കും? ഏതൊക്കെ ഒരു 2-3 സിനിമകൾ പറയുമോ? വാഴ അങ്ങനത്തെ ഒരു സിനിമയാണ്. വാഴ ശരിക്കും ഫസ്റ്റ് പാർട്ട് തന്നെ നല്ലൊരു, വാഴ ശരിക്കും പറഞ്ഞ വാഴയുടെ ഫസ്റ്റ് പാർട്ടിന്റെ ബാക്കിയല്ല ഈ സെക്കൻഡ് പാർട്ട്. അല്ല പക്ഷെ അവർക്ക് വേറൊരു സിനിമയായിട്ട് അങ്ങനെ എടുക്കുകയാണോ? അല്ല, ഇപ്പൊ വാഴ സെക്കൻഡ് പേര് മാത്രമേ ഉള്ളൂ, അത് കംപ്ലീറ്റ്ലി വേറൊരു സംഭവമാണ്. അതന്നെ, ഇപ്പൊ ആ ഒരു ബ്രാൻഡ് ചെയ്യാതെ വേറൊരു സിനിമ ചെയ്യായിരുന്നു. അത് അവർക്ക് ആ ഒരു പേരും ആ ബ്രാൻഡിങ്ങും ആ പടത്തിന് ഉപകാരം ചെയ്യും. അതിപ്പോ നല്ലതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ചെറിയ അവസാനം ചെറിയ എന്തെങ്കിലും റോളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലാതെ ആ വാഴ നല്ലതെന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെ കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഒരു 2ാം ഭാഗം വേണമെന്ന് കൊണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ വലിയ ബ്രാൻഡ് വാല്യൂ ഒന്നും ഇല്ലാത്ത ഹാഷിർ ഇപ്പൊ ബ്രാൻഡ് വാല്യൂ ഇല്ലെന്ന് പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ നല്ല കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണ്. എത്രത്തോളം സിനിമയുടെ വിജയ സാധ്യത ഉണ്ട്. നല്ല സിനിമയാണെങ്കിൽ മലയാളികൾ കാണും, എന്നാൽ കൂടി ആൾക്കാരെ അറിയുന്നത് നമ്മള് ഒരാൾക്ക് ഇന്നത്ര വാല്യൂ ഉണ്ട് അതുകൊണ്ട് സിനിമ ഹിറ്റാവും അന്ന് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബാഹുബലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ KGF ആയിക്കോട്ടെ, യാഷ് വലിയ സ്റ്റാർ ആയിരുന്നു, പ്രഭാസ് വലിയ സ്റ്റാർ ആയിരുന്നു. അതെ, അങ്ങനെ ഇന്ന ആൾക്ക് തിയേറ്ററിൽ ആളെ കൊണ്ടുവരണം എന്നില്ല. പക്ഷെ കളക്ഷൻ നേടണമെങ്കിൽ അങ്ങനത്തെ ഫിലിംസ് വരണം. അതായത് ഇപ്പോ നേരെ മറിച്ച് ഇപ്പൊ ഞാൻ പറയുമ്പോ അങ്ങനത്തെ കുറച്ച് മാസ് എലമെന്റ്സ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഓഡിയൻസ് എല്ലാവരും പോയി കാണുള്ളൂ. പക്ഷെ അതിനോട് അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. നേരെ മറിച്ച് അത് അങ്ങനെ ഫുള്ളായിട്ടെന്ന് പറയില്ല. ദങ്കൽ ഇപ്പൊ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ ബാഹുബലി പോലത്തെ KGF പോലത്തെ ഒരു മാസ സിനിമ അല്ല. പക്ഷെ എന്നാൽ ദങ്കല് ഇന്ത്യൻ കളക്ഷൻ നോക്കി നോക്കാം. ഇന്ത്യൻ കളക്ഷൻ നോക്കുമ്പോൾ ബാഹുബലി KGF വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ദങ്കൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ള പുറം രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പൊ അതേപോലെ നമുക്ക് മലയാളത്തിലും ഒരു അഹങ്കാരം പാടുണ്ട്. ആടുജീവിതം ഒരു മാസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയൊന്നുമല്ല, ഒരു സ്ലോ പാടാണ്. ആടുജീവിതം അതിന് മാത്രം കളക്ഷൻ നേടിയിട്ടില്ല. അതും വേണല്ലോ പറയാൻ. 150 മലയാള ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോ ആടുജീവിതം
അത്യാവശ്യം കളക്ഷൻ കിട്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അമി ബ്രോ മഞ്ഞുമൽ ബോയ്സ് എന്താ മാസ സിനിമയാണോ? മഞ്ഞുമൽ ബോയ്സിലൊരു എന്റർടൈൻമെന്റ് 2018 മാസ സിനിമയാണോ? 2018 മാസ സിനിമയാണോ? മാസല്ല ബ്രോ, എന്റർടൈൻമെന്റ് ഇല്ലേ? 2018 എന്റർടൈൻമെന്റ് ആണോ? എന്റർടൈൻമെന്റ് മൂവിയാണോ അമി ആ ബ്രോ? നമുക്ക് കാണാൻ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു കാണാൻ ഒരു ഇതുണ്ട്. അതിന് അതിന് എന്റർടൈൻമെന്റ് എന്നാണ് അമി ബ്രോ എന്റർടൈനിങ് പറയാ. അല്ല, ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിന് അതൊരു എക്സൈറ്റ്മെന്റ്, അത് എന്റർടൈൻമെന്റ് അല്ല. നമുക്കൊരു ഒരു സിനിമ കാണുമ്പോ ഒരു ഇതുണ്ടാവും. ഇങ്ങനെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കത്. അത് എന്റർടൈൻമെന്റ് ആയിട്ട് ബന്ധിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അമൻ ബ്രോ, ഒരു മലയാള സിനിമ എൻഗേജിംഗ് എന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? എൻഗേജിംഗ് ആണോ അമ്മ ഉദ്ദേശിക്കുന്നത്? നല്ല സ്റ്റോറി വേണം. നല്ല സ്റ്റോറി, നല്ലൊരു കൺവിൻസിംഗ് ആയിട്ടൊരു പ്ലോട്ട് ഉണ്ട്, ഏത് സിനിമയാണെങ്കിലും ജയിക്കും. അതിപ്പോ ആരുടെ ആയാലും അതിപ്പോ നല്ല രീതിക്ക് എടുക്കും വേണം. അതിനെ നല്ലൊരു നല്ല രീതിക്ക് എടുത്തു വെക്കണം. നല്ല എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ട് കഥ രസമല്ല കാര്യമല്ല. അല്ല അങ്ങനെ ഇപ്പൊ കഥ ഇപ്പൊ എത്ര സിനിമന്റെ കഥ മോശമായിട്ടും എന്നാലും കഥ ഇപ്പൊ വാവ് എന്ന് പറയാൻ കഥ ഇല്ലാത്ത സിനിമകൾ ജയിക്കുന്നുണ്ട്. വാവ് എന്ന് പറയണമെന്നല്ല, കഥ ഒരു മിനിമം ഇത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര മോശമായി കഴിഞ്ഞാൽ ആസ്വാദകനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടത് മെയിൻ സാധനം അതാണ്. ബാക്കിയുള്ളതൊക്കെ ഫാൻസിക്കും ബ്രാൻഡിനും ആയിട്ടുള്ള നടന്മാരുടെ കാര്യമല്ല. ഇപ്പൊ ഈ എമ്പുരാനാണെങ്കിലും നേരെ മറിച്ച് സ്ക്രിപ്റ്റ് അത്ര എക്സലന്റ് ആയില്ലെങ്കിൽ കൂടി ഡയറക്ഷൻ അടിപൊളിയാണെങ്കിൽ സിനിമ വിജയിക്കും. അതിന് പ്രധാന ഇതാണ് എമ്പുരാൻ ആയിക്കോട്ടെ. പ്രേമലൊക്കെ കണ്ടിട്ടില്ലേ? പ്രേമലില് എന്താണ് ഇപ്പൊ കഥ എന്ന് ചോദിച്ചാൽ അതിന് മാത്രം ഒന്നുമില്ല, വെറുതെ പിന്നാലടങ്ങും, ലാസ്റ്റ് കിട്ടാതെ പോയി, അത്ര. അതെ, പക്ഷെ ആ ഒരു ഡയറക്ഷൻ, അത് നമുക്ക് ആ മ്യൂസിക്കും എല്ലാതും കൂടി കുറെ പേർക്ക് ആ കഥ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ സൈഡ് നമ്മളെ പോലെയുള്ള ആസ്വാദകരെ കണ്ടിട്ടാണ് ഗിരീഷ് ഷെഡി ആ സിനിമ ഇറക്കിയിട്ടുള്ളത് തന്നെ. അങ്ങനെ ഗിരീഷ് ഷെഡി ഇറക്കിയ എല്ലാ സിനിമകളും അല്ല. എനിക്ക് സൂപ്പർ ശരണ്യെ പറ്റി എന്താണ് പറയാനുള്ളത്? സൂപ്പർ ശരണ്യ ഭയങ്കര അടിപൊളി സംഭവം. പ്രേമലു ലെവലൊന്നുമില്ല എങ്കിലും നല്ലൊരു സിനിമയാണ്. പക്ഷെ പ്രേമലുവിന്റെ അത്രയ്ക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ അഭിപ്രായം. പ്രേമലു തണ്ണീർമത്തൻ ദിനങ്ങളാണെങ്കിലും തണ്ണീർമത്തൻ ദിനങ്ങൾ ഞാൻ പ്രേമലുവിന്റെ മുകളിൽ വെക്കും എന്റെ അഭിപ്രായത്തിൽ. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷമാണ് എനിക്ക് പ്രേമലു വരുന്നത്. പക്ഷെ അതിൽ കുറെ ആളുകൾ എനിക്ക് ഭയങ്കര ഒരു എല്ലാവരും പുതുമുഖമായോണ്ട് ഒരു അഭിനയത്തിന്റെ ഒരു ഇതുണ്ടായോണ്ട് അഭിനയത്തിന് കുറവൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചില ഭാഗത്തൊക്കെ തോന്നുന്നു. അവൻ ബ്രോ അത്രയും പ്രൊഫഷണൽ ആയിട്ടൊക്കെ കാണുന്നത് നോക്കുകയും ചെയ്യണോണ്ട് ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്കങ്ങനെ അതിപ്പോ എത്ര വലിയ നടനാണെങ്കിലും ഒരു ചെറിയ ഒരു ഇപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട്. മമ്മൂട്ടി താങ്കളെ ഒരു മോശം ഹെൽത്ത് കണ്ടീഷനിലൂടെ പോകുന്നു, അങ്ങനെയൊക്കെ. ഇപ്പോ പിന്നെ പുതിയതായിട്ട് മമ്മൂട്ടിയുടെ ഒരു അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പിന്നെ മോഹൻലാൽ ശബരിമല, അത് ഒരു അവരുടെ ബന്ധത്തിൽ വെച്ച് പോയതാണെന്നും മോഹൻലാൽ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പോ ഒരു അദ്ദേഹം ചിലപ്പോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കാം. അതെ, സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോ ഇരിക്കുന്നതായിരിക്കാം. അസുഖം. റീ റിലീസുകളുടെ കാലാണ്. റീ റിലീസുകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. ഇപ്പൊ മോഹൻലാലിന്റെ തുടർച്ചയായി റീ റിലീസ് ചെയ്ത എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അതെ, ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി നൽകിയിരുന്നു. കാരണം അതിന് നമ്മള് ഈ കാലഘട്ടത്തില് ആരും ആ സമയത്ത് 1-2 വയസ്സുള്ളവരായിരുന്നു കൂടുതലും. ഞാൻ പറയുന്നത് ഇപ്പത്തെ നമ്മുടെ ജനറേഷനിലുള്ളത്, നമ്മുടെ ജനറേഷൻ. അപ്പോ മമ്മൂട്ടിയുടെ രാജമാണിക്യം എന്ന സിനിമ റീ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജുവിനെയാണ് അക്കാര്യത്തിൽ നമ്മൾ പ്രശംസീകരിക്കേണ്ടത്. അതെ, മണിയമ്പിള്ള രാജു ആണ് ചോട്ടാമ്മയുടെ പ്രൊഡ്യൂസറാണ്. സിനിമ നിരീക്ഷിക്കുന്ന താങ്കൾക്ക് അത് അറിയില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമായ കാര്യം. എല്ലാത്തിനും കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ഇല്ല, വെറുതെ അത് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്കും ഇപ്പൊ എല്ലാ കാര്യം അറിയണമെന്നില്ലല്ലോ. അമൻ ബ്രോന് ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് അറിവുകളുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ. അമിബ്രോയുടെ നമുക്ക് ആ ടി വി ഒക്കെ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും. അമിബ്രോയുടെ ആ ഓപ്പോസിറ്റുള്ള റൂമിലുള്ള ടിവിയിലെ സിനിമകളൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അമിബ്രോ പോലെ തന്നെ സിനിമ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അമിബ്രോയുടെ വാപ്പ. ഞാൻ നേരിട്ട് പരിചയമുള്ള ഒരാൾ കൂടിയാണ് മൂപ്പര്. അത് അവരുടെ ഫാമിലി ജീനിലുള്ളതാണ് ആ സിനിമയോടുള്ള ഒരു ആസ്വാദനം, മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെ അവനെ ആക്ഷേപിക്കുന്നതോടെ എനിക്ക് താല്പര്യമില്ല.
നമ്മളെന്താ പറഞ്ഞത്? രാജമാണിക്യത്തിന്റെ റീല്. അതെ, രാജമാണിക്യത്തിന്റെ റീ റിലീസും മമ്മൂട്ടിയുടെ ഇനി വേറെ ഏത് സിനിമയാണ് റീ റിലീസ് ചെയ്ത് ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നത്? രാജമാണിക്യം, അതുപോലെ തന്നെ ഗുലാനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. എന്റെ പക്ഷെ ഗുലാനൊക്കെ തിയേറ്ററിൽ എത്രത്തോളം വിജയമാകും എന്നുള്ളത് അല്ല, ഞാൻ എന്റെ താല്പര്യം പറയാട്ടോ. ഞാനൊരു മമ്മൂട്ടി ആരാധകനാണെന്ന് ഞാൻ പറഞ്ഞു. ബിഗ് ബി ഇറങ്ങിയ ഒരു ഹിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പക്ഷെ ബിഗ് ബി ഇല്ല, ബിഗ് ബി ആസ്വാദിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടും. ഒരു സ്ലോ പേസിൽ വരുന്ന ഒരു മൂവി, അതില് മാസായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന രംഗങ്ങളും അതുപോലെ തന്നെ നല്ല കളക്ഷൻ നേടുന്നുള്ളതിൽ സംശയമല്ല. എനിക്ക് വരണം എന്നൊരു ആഗ്രഹമുള്ള രാജമാണിക്കാണ്. എനിക്കും വരണമെന്ന് കാണാൻ പോകണമെന്നൊരു ആഗ്രഹം. കാരണം വളരെ എൻജോയ് ചെയ്ത് മമ്മൂട്ടിയുടെ മികച്ച അഭിനയം. അൻവർ റഷീദിനെ തന്നെ നമ്മൾ അക്കാര്യത്തില് എന്തായാലും അൻവർ റഷീദിനെ നമ്മൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ അൻവർ റഷീദിന്റെ സിനിമകൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് ഹോട്ടലൊക്കെ ആയിക്കോട്ടെ. ഉസ്താദ് ഹോട്ടൽ അൻവർ റഷീദിന്റെ മികച്ചൊരു സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. അതെ അതെ. ദുൽഖർ സൽമാൻ ഇപ്പോൾ നേരിടുന്ന ദുൽഖർ സൽമാൻ അന്യഭാഷയിൽ മാത്രം അഭിനയിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ നടനായിട്ട് ദുൽഖർ സൽമാൻ വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ദുൽഖർ സൽമാൻ ഒരു ഓവർ റേറ്റഡ് നടനാണോ? എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ഓവർ റേറ്റഡ് എന്ന് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. മികച്ച സിനിമകൾ ഒരുപാടുണ്ട്. സത്യം. ഈ ബാക്കിയുള്ള മലയാളത്തിലെ ക്വാളിറ്റി സിനിമകൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടറൈസേഷൻ ചെയ്യുന്ന പോലെ ദുൽഖർ സൽമാൻ ഏത് ക്യാരക്ടറിലേക്കും താഴാനും ഉയരാനും സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമൻ ബ്രോ? അതിപ്പോ ക്യാരക്ടർ ഓരോരോ, ഇപ്പൊ ദുൽഖർ സൽമാൻ എല്ലാ ക്യാരക്ടറും മികച്ചതിൽ ഒന്നിനൊന്ന് മികച്ചതാണ്. ഇനിയിപ്പോ അതേപോലെ പച്ച താഴ്ന്ന ഒരു ക്യാരക്ടർ വരുമ്പോ ഇനി നമുക്ക് നോക്കാം. അങ്ങനത്തെ ഒരു ഏറ്റവും താഴ്ന്ന ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ നല്ലതാണോ മോശമാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ആടുജീവിതം പോലത്തെ സിനിമയിലെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ദുൽഖർ സൽമാനെ കൊണ്ട്. ദുൽഖർ സൽമാന്റെ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നിയിട്ടില്ല. അഭിപ്രായം പറയുകയാണെങ്കിൽ അധികം ഇമോഷണൽ സീൻസ് ദുൽഖർ സൽമാൻ ചെയ്യുമ്പോൾ നന്നാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എനിക്കൊരു ഒരു ഇന്ദ്രജിത്ത്, ഒരു ആസിഫ് അലി ലെവൽ ഒരു ടൈപ്പ് ഒരു നാച്ചുറൽ പെർഫോമൻസ് എനിക്ക് ദുൽഖർ സൽമാനിൽ നിന്ന് കിട്ടുമോന്ന്. ഈ ലക്കി ഭാസ്കർ അല്ലെങ്കിൽ ഒരു ഹിന്ദി നടന്റെ പോലെ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള നല്ല വേഷങ്ങൾ ചെയ്യാൻ ദുൽഖർ സൽമാൻ വളരെ ആപ്റ്റ് ആയിട്ടൊരു നടനാണ്. അങ്ങനെയല്ല, ഭയങ്കര ലോക്കൽ. അതെ. ഈ തിര, കമ്മട്ടിപ്പാട്, അങ്ങനത്തെ മറ്റേ താഴ്ന്ന അങ്ങനത്തെ റോളുകളില്ലേ, അങ്ങനത്തെ ചെയ്യുന്നതിൽ ബാക്കിയുള്ള നടന്മാരുന്നത് എന്നുകൊണ്ട് അതെ. ഇപ്പൊ ഉണ്ണിബ്രോ പറഞ്ഞു ആടുജീവിതത്തിൽ ദുൽഖറിന്റെ നല്ലതാവൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എന്റെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് അങ്ങനെ ഞാൻ ദുൽഖറിന്റെ ഒരു നല്ല ആരാധകനാണ്. പക്ഷേ പൃഥ്വിരാജ് ചെയ്ത ചെയ്യാൻ പറ്റില്ല എന്നാണ് അഭിഷേക് ഉദ്ദേശിച്ചത്. നമ്മളൊരാളും ഒരിക്കലും നമ്മളെ ദുൽഖർ സൽമാനിൽ അമനീസിന് വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, നമ്മളെ ദുൽഖർ സൽമാൻ ആടുജീവിതം ചെയ്യണം എന്നാണ് ആമി പറയുന്നത്. ദുൽഖർ സൽമാൻ ആടുജീവിതം ഒരു ഹിന്ദി റീമേക്ക് ചെയ്തോട്ടെ. ഹിന്ദി ഒരിക്കലും ഒരാൾ ഒന്നും ചെയ്യാതെ ഒരു ബോളിവുഡ് നടനാണ്. അക്ഷയ് കുമാറും പാൻ ഇന്ത്യൻ സ്റ്റാർ അക്ഷയ് കുമാറും ഹക്കീം. അതെ. ഉണ്ണിബ്രോ ഏതെങ്കിലും റോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യില്ല. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളെന്താ പറഞ്ഞിട്ട് നമ്മള് വഴിന്ന് കൊറേ നമ്മൾ തല്ലുണ്ടാക്കി ഇങ്ങനെ നടക്കണ്ട്. നമ്മളെ പോഡ്കാസ്റ്റ് നമ്മളല്ല അമിബ്രോ തന്നെയാണ്. അല്ല, ഞാൻ പറയുമ്പോ നിങ്ങളാണ് തല്ലുണ്ടാക്കി വരുന്നത്. ഇപ്പോൾ നമ്മൾ മൂന്നുപേര് നന്നായി തന്നെയാണ് പോകുന്നത് അമിബ്രോ. അതെ, യുവതാരങ്ങൾ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ മാത്യു, ഇപ്പോ മാത്യൂടെ നമ്മളിപ്പോ റൊമാൻസ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇല്ല, പറഞ്ഞോളൂ. സോറി. കുറെ നടന്മാരുണ്ട് ഇപ്പൊ അങ്ങനത്തെ. അതിന്റെ മുന്നത്തെ ഒരു ജനറേഷൻ ഉണ്ട്. ഇപ്പൊ ഈ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, നിവിൻ പോളി, ആ ഒരു ഇപ്പൊ ബിഗ് ഗംസിൽ നിന്നും ഈ യൂത്ത് പിള്ളേരിൽ നിന്നും ഇടയില് ഈ 2K നിന്നും മാറി അങ്ങനത്തെ ഒരു ജനറേഷൻ ഉണ്ട്. ഈ പൃഥ്വിരാജിനൊക്കെ ജനറേഷൻ, അങ്ങനത്തെ ജനറേഷൻ. കുഞ്ചാക്കോ ബോബൻ അതിൽ പെടില്ല ശരിക്കും, സത്യം പറഞ്ഞാൽ. എന്താണ് ജയസൂര്യ ഇഷ്ടം?
എനിക്കും അധികം പ്രായമൊന്നുമില്ല അമൻ ബ്രോ. അപ്പൊ എന്തായാലും ജയസൂര്യയും പറയൂ. കുഞ്ചാക്കോബനൊക്കെ ഒരേ കാലഘട്ടത്തിൽ വന്നതല്ലേ? നമ്മള് അവര് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ, അതാണ് ഈ നമ്മൾ ഒരു പറയുന്നത്. കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ തന്നത്. അതെ, ഇവരെല്ലാരും ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ ചൂസ് ചെയ്തത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ചായാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചായാലും ഒരേ കാലഘട്ടത്തിലായാലും എന്റെ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു 2000-ന് ശേഷം പൃഥ്വിരാജും ജയസൂര്യയും ഞാനൊരു വർഷം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു മലയാള സിനിമ കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും ഏതൊക്കെ നടന്മാരും ഏതൊക്കെ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിലകനെയും കുഞ്ചാക്കോ ബോബനെയും കമ്പയർ ചെയ്തിട്ടല്ല പറഞ്ഞത്. വ്യക്തമായിട്ടാണ് കാര്യം പറഞ്ഞത്. അല്ല, എനിക്ക് മനസ്സിലായി. എന്റെ ഒരു ഡൗട്ട് ചോദിച്ചല്ലേ ഉണ്ണിബ്രോ എന്തിനാ അതിനിങ്ങനെ ഇതാക്കുന്നു? കുറെ നടന്മാരുണ്ട്. അപ്പൊ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ കലാകാരനാരാ? ഇന്ദ്രജിത്ത്. സത്യം, ഇന്ദ്രജിത്ത്. ഞാൻ ഇന്ദ്രജിത്തിനെ പറയുന്നു. എന്താണ് ഞാൻ കേട്ടില്ല. മൊത്തത്തിലാണോ അതോ മൊത്തത്തിൽ പറയാം? എങ്ങനെയാണ് ഒന്നുകൂടി ചോദ്യം? മൊത്തത്തില് ആ കാലഘട്ടത്തിൽ. അതെ, ഇന്ദ്രജിത്ത്. ശരിയാണ്. അമൻ ബ്രോ, നിങ്ങളുടെ ഉത്തരം എനിക്ക് പൃഥ്വിരാജ് ഇന്ദ്രജിത്തിന്റെ ഒരു ഇത് കൊണ്ടുവന്ന പോലത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? പൃഥ്വിരാജ് കാരണമാണ് ഇന്ദ്രജിത്തിന് വേണ്ട അത്ര അപ്രീസിയേഷൻ കിട്ടാത്ത. സ്പേസ് കൂടി. പൃഥ്വിരാജിനെ കുറ്റം പറയല്ല, പക്ഷെ അത് എനിക്ക് ബാബുരാജ് ഭയങ്കര പൃഥ്വിരാജ് നല്ല കുറെ സിനിമകൾ ചെയ്തപ്പോ ഇന്ദ്രജിത്തിന് സിനിമ കിട്ടാതാകുമ്പോ നമ്മള് തന്നെത്താനെ നമ്മൾ കമ്പയർ ചെയ്യണ പോലെയാണ്. അതായിരിക്കാം നമ്മൾ തന്നെയാണ് കമ്പയർ ചെയ്തിട്ട് ആ ഒരു ഇത് വരുത്തണത്. പക്ഷെ അതെ, അല്ലാതെ രണ്ടാളും നല്ല മികച്ച സിനിമകൾ. പിന്നെ ഇന്ദ്രജിത്ത് ഏത് വേഷവും ചെയ്യാൻ പറ്റും, വില്ലനായാലും പിന്നെ എല്ലാ സിനിമയിലും എല്ലാവരുടെ ഒപ്പം കോംബോ വർക്ക് ചെയ്ത ഒരു നടനാണ് പൃഥ്വിരാജ്. മികച്ചൊരു സിനിമയായിരുന്നു. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട പേരാണ് ലാല്. മലയാളത്തിലെ എല്ലാ മേജർ നടന്മാരും അഭിനയിച്ച ഒരു സൈഡ് റോൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അണ്ടർറേറ്റഡ് ഒന്നല്ല, അദ്ദേഹം ഒട്ടേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, പിന്നെ നല്ലൊരു ഡയറക്ടർ കൂടിയാണ് ബാബുരാജ്. ശരിയാണ്, ബാബുരാജ് പല റോളുകളും ചെയ്യാൻ പറ്റും. ബാബുരാജ് വില്ലനായിട്ടാണെങ്കിലും കോമഡി പോലത്തെ ഒരു സാധനമാണെങ്കിലും സീരിയസ് ആണെങ്കിലും. നമ്മൾ അതേപോലെ രാജമാണിക്യത്തിലൊരു വില്യം പോലീസിനെയും കണ്ടു, കമ്മത്താൻ. ബാബുരാജ് എനിക്ക് ഭയങ്കര ഒരു എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനാണ് ബാബുരാജ്. പക്ഷെ എനിക്ക് അണ്ടർ റേറ്റഡ് നല്ല പെർഫെക്റ്റ്ലി റേറ്റഡ് ആണ്, കുഴപ്പമില്ല. ബാബുരാജ് അണ്ടർ റേറ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ദ്രജിത്ത് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ട് പക്ഷെ ആ ഒരു അപ്രിസിയേഷൻ കിട്ടില്ല. പക്ഷെ ബാബുരാജ് ചെയ്യുമ്പോ നമ്മള് നമുക്കൊരു കൂൾ സാധനം തോന്നും ബാബുരാജിന്റെ. അതെ. പിന്നെ ഇതുപോലെ പല നടന്മാരും നമ്മളെ വിട്ടുപിരിഞ്ഞ കുറെ നടന്മാരുണ്ട്. നെടുമുടി വേണു, ഇന്നസെന്റ്, തിലകൻ, ഇങ്ങനെ ഒരുപാട് പേര്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമുള്ള ഒരു ആളാണ് ഇന്നസെന്റിന്റെ വേർപാട്. ശരിക്കും ഈ അടുത്തായതുകൊണ്ടാണ് എനിക്ക് ഒന്നുകൂടി മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്നത് തിലകനെയാണ്. തിലകൻ ക്യാരക്ടർ റോൾ ചെയ്യും അങ്ങനെ, പക്ഷെ ഒരു കോമഡി നമ്മള് അഭിനയത്തിൽ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം തിലകനെയാണ് ഇന്നസെന്റിനെക്കാളും. അതിനൊക്കെ അപ്പുറം ഒരാളുണ്ട്, കലാഭവൻ മണിയാണ് ഏറ്റവും കൂടുതൽ. അതെ, അത് പ്രത്യേകിച്ച് ജില്ലയിലുള്ളവർക്ക് അത് വലിയൊരു ഇതാണ്. പക്ഷെ ഇന്നസെന്റ് നമ്മളൊരു ജനിച്ചപ്പോ മുതലുള്ള ഒരു കോമഡി കലാകാരനാണ് ഈ തിലകനും മാമുക്കോയും ഇവരൊക്കെ. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് KPSC ലളിതയാണ്. ഏത് റോളും കയ്യിൽ ഭദ്രമായിട്ട് വെക്കുന്ന ഒരാളാണ് KPSC ലളിത. അപ്പോൾ വേർപാട് വളരെ വിഷമിക്കുന്ന ഒന്നാണ്. അത് അവരുടെ തട്ടിമുട്ടിയും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. തട്ടിമുട്ടിയും കാണാത്ത ഒരു വളരെ കുറവായിരിക്കും. അതേപോലെ തട്ടിമുട്ടി ഉപ്പുമുളകൊക്കെ പറഞ്ഞ ആ സമയത്ത് ഭയങ്കര പീക്ക് ലെവലിൽ നിൽക്കുന്നു. ഉപ്പുമുളക് അത്ര പീക്ക് ആയിരുന്നില്ല എന്തായാലും. പക്ഷെ ഉപ്പുമുളകും തട്ടിമുട്ടി ഒരേ ലെവലിൽ പോപ്പുലർ ആയിരുന്നു. ഉപ്പുമുളകല്ല, തട്ടിമുട്ടിയും എനിക്ക് ഒന്നും കൂടി തോന്നിയത് തട്ടിമുട്ടിയാണ്. പോപ്പുലർ ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഇത്രയും നല്ല മഞ്ജു പിള്ള,
KPC ലളിത എന്നൊക്കെ പറയുമ്പോ തന്നെ ഇത്തിരി ഒരു അതെ അതെ മലയാളി അതിന്റെ ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു. ഉപ്പുമുളക് പിന്നെ ഇതിന് കുറച്ച് മുന്നേ തുടങ്ങിയതാണ് ഈ ഇത്. ആ ചെക്കന്മാരൊക്കെ ചെറുതാകുമ്പോ തുടങ്ങിയതാണിത്. ഉപ്പുമുളക് എന്നൊക്കെ പറഞ്ഞ തുടങ്ങി 10 കൊല്ലമായി ഉണ്ടാവില്ലേ. അത് അതെ, പക്ഷെ ആദ്യം ആരും തട്ടിമുട്ടിയായിട്ട് എല്ലാരും പുതുമുഖ നമുക്കറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് എന്ത് സോർട്ട് ഓഫ് കമ്പാരിസൺ ആണ് നിങ്ങൾ ചെയ്തതെന്ന്. എല്ലാം പുതുമുഖങ്ങളാണ്. അത് പിന്നെ പിന്നെ വന്ന് അതിന്റെ അതെ, അഭിനയം ആ ക്വാളിറ്റി കൊണ്ട് KPC വന്നതാണ്. ലളിതയുടെ അഭിനയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഉപ്പുമുളകും കമ്പയർ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ, രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ്. കാരണം ശരി തന്നെയാണ്. ഉപ്പുമുളക് വളരെ മികച്ചൊരു പരിപാടിയാണ്. അതെ അതെ തട്ടിമുട്ടി പക്ഷെ അതേപോലെ വളരെ മികച്ചൊരു തട്ടിമുട്ടിയും പരിപാടിയാണ്. അതുപോലെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതല്ല, MIT മികച്ച മൂസയൊക്കെ പരിപാടിയാണ്. എടുത്തിടട്ടെ. ഏഹ് അങ്ങനെയാണെങ്കിൽ MIT മൂസയൊക്കെ എടുത്തിടണം. MIT മൂസ എടുത്തിട്ടോ എടുത്തിടേണ്ടത് ആ അതല്ല, അങ്ങനല്ല. അല്ല, ഇത് ഞാൻ ഏതായാലും പറയുന്നത് തട്ടിമുട്ടി ഒന്നുകൂടി നല്ലതാണെന്നാണ് ഞാൻ അങ്ങനല്ല. ഉദ്ദേശിച്ചത്. ഞാൻ രാഹുൽ പറഞ്ഞ എല്ലാരും അറിയപ്പെട്ടിരുന്നു ഉപ്പുമുളക് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. രണ്ട് കമ്പയർ ചെയ്ത ഒരുപോലെ മികച്ചതാന്ന് പറഞ്ഞാൽ മികച്ചതിൽ എല്ലാം ഒക്കെ മികച്ചതാണെന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാം ഒരേപോലെ അറിയപ്പെടുന്നതാണ് ഉദ്ദേശിച്ചത്. ഉപ്പുമുളകിന്റെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. തട്ടിമുട്ടി ശനിയും ഞായറും മാത്രമേ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ ബ്രോ? അതിലൊന്നും ഒരു കാര്യമുണ്ട്. ശരി, എപ്പോഴും സിനിമ ഇപ്പൊ ഒരു സിനിമ ഒരു മാസം ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ എത്ര മാസം ഉണ്ടാവും? ശനി ഞായറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേന്ന്. അതെ അല്ലേ? പിന്നെ എല്ലാത്തിലും ഈ ഉപ്പുമുളകും പോലത്തെ MIT മൂസയാണെങ്കിലും ഒരുപാട് കലാകാരന്മാരെ ഇൻഡസ്ട്രിയിലേക്ക് സമ്മാനിക്കാൻ ഇതിനെ സാധിച്ചു. പ്രത്യേകിച്ച് MIT മൂസയിലെ നമ്മുടെ നായിക സുരഭി വളരെ വേഴ്സറ്റൈലായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. പിന്നെ നമ്മളെ മൂസയും അയാളും മൂപ്പരാണേലും നല്ല നല്ല റോളുകൾ. സിനിമയിലൊന്നും മോങ്ങാണിക്കാൻ മൂപ്പരാൾക്ക് അവസരം കിട്ടിയില്ല. ഇനി കിട്ടട്ടെ എന്തായാലും. ഇതിൽ അതുപോലെ തന്നെ തട്ടിമുട്ടിയിലൂടെ വന്നതാണ് സാഗർ സൂര്യ. പണിയെല്ലാം അദ്ദേഹം ഗംഭീരമായി ചെയ്തതാണ്. അതെ, കമലഹാസന്റെ അപ്രിസിയേഷൻ ഇട്ടൊരു വീഡിയോ നമ്മുടെ അടുത്ത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോഴും അഭിനയത്തിൽ റെലവന്റ് ആയിട്ട് കാണിക്കുന്ന മികച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് മറിമായം. ശരിക്കും എല്ലാരും മറിമായം കാണേണ്ടതാണ്. കേരളത്തിലെ എല്ലാ സബ്ജക്റ്റും എടുത്ത് വളരെ നന്നായിട്ട് അത് എല്ലാവരും ഇപ്പൊ സിനിമയിലൊക്കെ നല്ല സജീവമായിട്ട് ഓരോ എപ്പിസോഡും ഓരോ രീതിക്ക് ഒരു നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് കാണണം എന്നുള്ളതില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതേ സാധനം തന്നെ എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം. അത്രയും നല്ല ഫ്രഷ് കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ചൊരു എപ്പിസോഡ് കണ്ടാലും നമുക്ക് ആ ഒരു സംഭവം ക്ലിയർ ആണ്. ഇപ്പൊ ഇപ്പൊ കോയ എന്നുള്ള ക്യാരക്ടർ എന്താ വെച്ചാൽ കോയായിട്ട് തന്നെ നിൽക്കുള്ളൂ. പിറ്റേ ദിവസം പേര് മാറില്ല. പക്ഷെ സിറ്റുവേഷൻ ഒക്കെ മാറി ഫുൾ ഇതാണെങ്കിൽ അവർ ആ ക്യാരക്ടേഴ്സിന്റെ ഉള്ളിലൊക്കെ ചെയ്ത് അവൻ അനീസിന് ഇതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു? ചെയ്യണം. ഞാനിപ്പോ രാഹുൽ ബ്രോവും പറഞ്ഞില്ലേ നമുക്കൊരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. നടക്കട്ടെ. നമ്മള് ദൈവത്തിൽ വിശ്വാസമില്ലാത്തോണ്ട് ഇൻഷാ അല്ലാഹ് പറയുന്നില്ല. സിനിമയിൽ ദൈവവിശ്വാസത്തിന്റെ ആവശ്യമില്ല. ദൈവത്തിന് വിശ്വാസം വേണമെന്നില്ല അഭിഷേക് ബ്രോ. എല്ലാം സംസാരിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണോ? കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം പറ്റും. പീക്ക് എന്നൊരു പടം ഭയങ്കര ഒരു തീർച്ചയായും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടേറെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു തിരിച്ചടി തന്നെയാണ് അമീർ ഖാൻ ഏറ്റെടുത്ത റിസ്ക്. നമ്മള് ആ ഒരു സിനിമയ്ക്ക് ശേഷം അമീർ ഖാൻ ഒരുപാട് ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ പേരിൽ ഹെയ്റ്റ് കിട്ടാറുണ്ട്. സത്യം അമീർ ഖാൻ എല്ലാം ഏറ്റെടുത്തത് അതിന്റെ പേരിൽ മാത്രമല്ല, അമീർ ഖാൻ അത്യാവശ്യം വിമർശനത്തിലേക്ക് ഒക്കെ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പറയലുണ്ട് എല്ലാ കാര്യവും. അതിന്റെ പേരിൽ ഒരുപാട് ഹെയ്റ്റ് കിട്ടാറുണ്ട്. നല്ലൊരു ആരാധകൻ കൂടിയാണ്. അതെ, നമ്മള് എമ്പുരാനിൽ ഒരുപാട് പ്രതീക്ഷിച്ചു. തീർച്ചയായും അതെ. അശ്വന്ത് ഗോക്ക് പറഞ്ഞ പോലെ കൂലിയില് നല്ല വേഷം കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതെ, നിരാശപ്പെടുത്താതിരിക്കാൻ സാധിക്കട്ടെ. കാരണം തീർച്ചയായും വിക്രമും കൈദ്യം ചെയ്ത ഒരു 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 സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ലിയോയിൽ കിട്ടിയില്ല. ലിയോ നല്ല സിനിമയാണ്, മികച്ച സിനിമയാണ്, കുറ്റം പറയുന്നത്. പ്ലീസ് പറയട്ടെ. പക്ഷെ എനിക്ക് ആ ഒരു സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച LCUയിൽ നിന്നും നമ്മൾ കൊടുത്ത എക്സ്പെക്ടേഷൻ സിനിമ മോശമായതുകൊണ്ടല്ല, നമ്മൾ LCUയിൽ വരും സിനിമ എന്ന് വിചാരിച്ചു. അതാണ് പ്രശ്നം പറ്റിയത്. എന്തായാലും ഞാൻ ആ സിനിമ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു.
അല്ല തീർച്ചയായും എൻജോയ് ചെയ്തു, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് എൻജോയ് ചെയ്തല്ല, നമ്മളെല്ലാരും എൻജോയ് ചെയ്തു. പക്ഷെ കൈദി വിക്രം വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ലിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ആ LCU സീരീസിലെ ഏറ്റവും നല്ല സിനിമ കൈദിയാണ്. അതെ അതെ പിന്നെ വിക്രം, പിന്നെ ലിയോ. കൈദിയാണ് കൈദി ഡെഫിനറ്റ്ലി. 2 എല്ലാരും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ കണ്ടറിയാം. കൊറോണ സമയത്ത് ഇറങ്ങിയത് മാസ്റ്റർ. എനിക്ക് വിക്രത്തിനേക്കാൾ ഒന്നുകൂടി ഇഷ്ടമായത് മാസ്റ്റർ ആയിരുന്നു. മാസ്റ്റർ അല്ല LCUന്റെ കാര്യം പറഞ്ഞു, ഞാൻ ലോകേഷിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ LCUന്റെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞില്ലേ ബ്രോ, എന്തിനാ? ഓക്കെ. അപ്പോ മാസ്റ്റർ ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു വിജയന്റെ. എനിക്ക് വിജയുടെ ഈ അടുത്ത് ഇറങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് മാസ്റ്റർ. വിജയ് സേതുപതിയുടെ ഒരു അതെ ഭവാനി, ഭവാനി എന്നുള്ള ക്യാരക്ടർ. ഒരു ഡാൻസ് കളിക്കുന്ന സാധനം കുറെ ഉണ്ടായിരുന്നല്ലേ. അതേപോലെ ആ ഭവാനിക്ക് കൊടുത്ത ഒരു ക്യാരക്ടർ ആർക്ക് അത് നല്ല രീതിക്ക് തന്നെ ലോകേഷ് എടുത്തിട്ടുണ്ട്. കാരണം സിനിമയ്ക്ക് ശേഷം വിജയ് സേതുപതിക്ക് ഒരുപാട് അപ്രിസിയേഷൻ ഒരു വൈഡ് ഓഡിയൻസ് ഹീറോക്ക് കൊടുക്കുന്ന അതേ ഒരു ബിൽഡപ്പ് എന്ത് ചെയ്തു ലോകേഷ് വില്ലനും കൊടുത്തിട്ടുണ്ട് ആ സിനിമയില്. ഒരു പക്ഷെ ഹീറോനേക്കാൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട. അതെ ഈ ലിയോയിലും അതായത് ഈ കൈദിയില് അർജുൻ ദാസും ഈ വിക്രമില് വിജയ് സേതുപതി, അങ്ങനെ ഒരു സംഭവം ലിയോയില് സംഗീതത്തിന് കിട്ടിയിരുന്നോ? ഇല്ല. KGF 2 കണ്ടതിന് ശേഷം KGF 2 സംഗീതത്തിന് നമ്മൾ കാണിക്കുമ്പോ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം സംഗീതത്തിനെ കാണുമ്പോ ഒരു കിളവൻ, ഒരു വയസ്സായിട്ട് ഒരു ഇയാള് നടത്തൊക്കെ കാണുമ്പോ തന്നെ ഒരു കുനിഞ്ഞോണ്ടുള്ള ഒരു നടത്തം, നമുക്കൊരു പേടി തോന്നില്ല. അതെ ലിയോയിലെ ആ വില്ലന്റെ ആ ഒരു കുറവ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റേ ലോകേഷിന്റെ മറ്റേത് സിനിമകൾ എടുത്തു നോക്കിയാലും അതിലത്തെ വില്ലൻ പവർഫുൾ ആയിരുന്നു. ഒരു വില്ലന്റെ ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നു കിട്ടിയിരുന്നില്ല എന്നല്ലേ? അതെ തീർച്ചയായും. ഇപ്പൊ നമുക്ക് സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, വില്ലന്മാരുടെ കാര്യത്തിൽ ലോകേഷ് ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാക്കി സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിക്രം നോക്കുകയാണെങ്കിലും ആദ്യം വന്ന വിജയ് സേതുപതിയും അടിപൊളി, പിന്നെ വന്ന റോളക്സും സൂപ്പറായി ചെയ്തിരുന്നു. അതില് വിജയ് സേതുപതിന്റെ ഇൻട്രോ ആണെങ്കിലും നല്ല രീതിയിലായിരുന്നു. ആ ഓട്ടോറിക്ഷ മാറിഞ്ഞിട്ട് അതിപ്പോ കൈദിയിൽ നല്ലൊരു വില്ലൻ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്താണ് അവിടെ ആ ഒരു ഹീറോയ്ക്ക് ഒത്തൊരു കോമ്പറ്റീഷൻ ആ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ഇത് ലിയോയിൽ എന്താന്ന് പറ്റിയെന്ന് വെച്ചാല് കൊറേ വില്ലന്മാരെ കൊണ്ടുവന്നു, 1, 2, 3 പേരെ കൊണ്ടുവന്ന് അവർക്ക് ആ ഒരു ബിൽഡപ്പ് കൊടുക്കാൻ പറ്റിയില്ല. ലിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പിൽ ഇറങ്ങിയ പടമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മികച്ച സിനിമയാണ് നമ്മൾ ആരും പറയുന്നില്ല. മികച്ച സിനിമയാണ്. അല്ല, മികച്ച സിനിമ ഹൈപ്പിന് വെറുത്തല്ലെന്ന് പറയുന്നത്. വിക്രമും കൈദിയും മാസ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോ മാസ്റ്ററിലൊക്കെ ആ വില്ലന് കൊടുത്ത ഒരു ഇത് ലിയോയിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിയോ ഒന്നുകൂടി നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്കും പടത്തിന്റെ ഒരു ഇത് പോരായ്മയായിട്ട് തോന്നിയ ഒരു ഫാക്ടറി ഫൈറ്റില്ലേ, ഭയങ്കര ലെങ്ത് കൂടിയ ഒരു ഫാക്ടറി ഫൈറ്റ്. പക്ഷെ അത് മോശമായ ഒരു ഫൈറ്റ് സീൻ ഒന്നും സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള ഫൈറ്റ് ആണ്. കണ്ടോ ഫൈറ്റ് ഒക്കെ എത്ര നമ്മളെ ഇന്ത്യൻ സിനിമയിലൊന്നും അങ്ങനെ കാണാത്തൊരു ഫൈറ്റ് ആണ് അതിലുള്ളത്. അത് കാണിക്കാൻ വേണ്ടി എടുത്ത പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് അത് നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ ചെറിയ ചെറിയ പോരായ്മകൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഫൈറ്റ് ചെയ്യുന്ന ആ കഫേയിലുള്ള ഫൈറ്റ്. ഏതിലുള്ള ഫൈറ്റ്? കഫേയിലുള്ള ഫൈറ്റ്. കഫേത്തെക്കാട്ടിലും എനിക്ക് മറ്റേ മാർക്കറ്റിൽ നിന്നുണ്ടായിരുന്നു. കഫേത്തി നല്ല തന്നെയായിരുന്നു. രണ്ടും നല്ല തന്നെ. കഫേത്തി നല്ല. പിന്നെ തൃഷയുടെ റോളും അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു തൃഷ. അതിലും പിന്നെ മലയാളി നമ്മുടെ മാത്യു വിജയന്റെ മകനായിട്ട് നല്ലൊരു റോള്. നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു കാസ്റ്റിംഗ്. ഗൗതം മേനോനാണെങ്കിലും എല്ലാവരും കാസ്റ്റിംഗ് കാര്യം പറയാതിരിക്കുകയാണ് രാഹുൽ ബ്രോ നല്ലത്. പവർ കൊടുക്കായിരുന്നു. ഗൗതം വാസുദേവ മേനോന്റെ കാര്യം നമ്മൾ പറയാതിരിക്കണം നല്ലേ. അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയൂ. ധ്രുവ നക്ഷത്രം നമ്മളെല്ലാരും അറിഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പൊ ഓരോ സിനിമകളിലൊക്കെ അദ്ദേഹം ഓരോ റീൽസിൽ കാണാം അദ്ദേഹം ചെയ്യുന്ന ഓരോ വേഷങ്ങൾ, അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടുള്ള. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ, എങ്ങനെ ഉണ്ടായിരുന്ന ഡയറക്ടറാണ്. ആളുടെ ആ സിനിമ ഇറക്കാൻ വേണ്ടി ആള് കടത്തിപ്പെട്ടിട്ട് ആള് അഭിനയിക്കുന്ന ഓരോ സിനിമകളിൽ കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. തമിഴ് സിനിമയുടെ ഒരു റീല് കണ്ട് ഒരു ഗാനം, എന്താണത്, അല്ല പൈങ്കിളി ചെക്കന്മാരെ പോലെ കൊണ്ട് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആണെങ്കിൽ കാശ് കിട്ടാൻ വേണ്ടി
അതിന് വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ അദ്ദേഹം പരാമർശം പറയുന്നുണ്ട്. ഇനി എനിക്ക് മനസ്സിലായില്ല. ഞാനും ഇതിനെ പറ്റിട്ടൊന്നും കേട്ടിട്ടോ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, അയ്യോ, ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഗൗതം വാസുദേവ് മേനോന്റെ മറ്റേ ഇറങ്ങാതെ പോവാ വിക്രമത്തിനെ വെച്ചുള്ള സിനിമയെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ധ്രുവ നക്ഷത്രം. അതെ അതെ, ആ ധ്രുവ നക്ഷത്രം എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് അതിന്റെ പ്രൊഡ്യൂസർ ഒഴിഞ്ഞു. ഗൗതം വാസുദേവ് മേനോൻ കടം എടുത്തിട്ട് ആ പടം ഇറക്കാൻ വേണ്ടി നിന്നു. ആ പ്രൊഡ്യൂസറിന് കാശൊക്കെ കൊടുത്ത് അദ്ദേഹം കടം വാങ്ങി സിനിമ ഇറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് കടം പറ്റി എന്തായി, ആ സിനിമയ്ക്ക് അയാൾക്ക് ഒന്നും കൂടി മോഡുലേഷൻ വരുത്തണം എന്നുണ്ട്. അയാളുടെ കാശില്ല. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം എന്താണ് ഇപ്പൊ ചെയ്യണെന്ന് വെച്ചാൽ എല്ലാ സിനിമയിലും കണ്ണി കണ്ട സിനിമയിലും എല്ലാം അദ്ദേഹം ഉണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? അവിടെയും അദ്ദേഹം അസാദ് ഡയറക്ടറാണ്. അദ്ദേഹം ഇപ്പൊ എന്താണ് ഓരോ സിനിമകൾ, അതായത് അത്രയും അയാള് ജസ്റ്റ് എന്ത് ചെയ്യാ, കാശിന് വേണ്ടി സിനിമ ചെയ്യാണ് ഇപ്പൊ. അദ്ദേഹം തന്നെ ഇഷ്ടംപോലെ ഇന്റർവ്യൂല് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കടത്തിനെ പറ്റി. അയാൾക്ക് ആ സിനിമ ഇറക്കാൻ വേണ്ടിട്ട് എന്താണ് അയാൾക്ക് ഈ കടങ്ങൾ വീട്ടണം. അതിനുവേണ്ടി അദ്ദേഹം ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴാണ് അത് നോക്കിയത്. അത് ജസ്റ്റ് അത് നല്ല വിവാദമായിരുന്നു. അദ്ദേഹം ഇപ്പൊ എന്നിട്ട് ലാസ്റ്റ് എല്ലാ അധിക്ഷേപങ്ങൾ കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി സിനിമയിൽ ഇങ്ങനെ വലിച്ചു വാരി അഭിനയിക്കില്ല, ഡയറക്റ്റ് ചെയ്യാനും പോകുന്നില്ല, ഞാൻ എന്തേലും വേറെ വഴി ഇതാ കടം വീട്ടാണ്. ആ സിനിമ 8 കൊല്ലം ഇനി ഇറങ്ങിയിട്ടില്ല. 2015 അതിന്റെ ടീസറോ പുറത്തുവിട്ടതാണ്. ഇപ്പൊ ഈ മാർച്ചിലും കൂടി അതിന്റെ ട്രെയിലർ പുറത്തിട്ട് ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത് പിന്നെ ഇറക്കില്ല. അങ്ങനെ നമുക്ക് നിർത്താൻ സമയമായെന്ന് തോന്നുന്നു. 1.25 മണിക്കൂറായി. അതെ അതെ, നമ്മള് സിനിമ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അത്രയും ഇതുപോലെയുള്ള നല്ല പോഡ്കാസ്റ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പല എപ്പിസോഡുകളും പല കാര്യങ്ങളും എന്തായാലും മുഴുവൻ ഇരുന്ന് കാണുന്ന നമ്മൾ പ്രതീക്ഷിക്കണം. പഴയ സിനിമകളെ പറ്റി നമ്മൾ അധികം സംസാരിച്ചത് എനിക്ക് തോന്നുന്നു അമനനീസിനെ സംസാരിക്കണം. നമ്മളിപ്പോ സിനിമയുടെ ഒരു നമ്മളെ അമനനീസ് കുറച്ചുകൂടെ അറിവൊക്കെ നേടിയിട്ട് അമനനീസ് കുറച്ചുകൂടെ അറിവൊക്കെ ആയിട്ട് പുതിയൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഇനിയും സിനിമയെ പറ്റിയിട്ട് എന്തായാലും അല്ല, നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം വിവരമുള്ളത് അമനനീസ് അദ്ദേഹത്തിനാണല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയണത്. എനിക്ക് തോന്നിയത് അല്ല, ഈഗോ നമുക്ക് ഈഗോയും ഇതൊക്കെ ഉണ്ട്. കാരണം ഇത്രയും അറിവുള്ള ഒരാളോട് സ്വാഭാവികമായിട്ട് ഒരു ഈഗോയും ജലസിയൊക്കെ തോന്നും. ജലസി. അതെ. അല്ല രാഹുൽ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോ എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പുതിയതായി തുടങ്ങിയ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും പൊരുത്തപ്പെടാൻ നമ്മളെന്തായാലും ഇനി മികച്ചതായിട്ട് ഓരോ പോഡ്കാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റിൽ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ എല്ലാവരും കമന്റ് ചെയ്തു. ആരും കമന്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു ഇംപ്രൂവ് ചെയ്യാൻ ഒന്നും ഇല്ലാന്നാണ് ഞാൻ കരുതുന്നു. അല്ല ഉണ്ണി ബ്രോ? അല്ല, അങ്ങനെയല്ല. അത് നമ്മുടെ വീഡിയോസ് അവരിലേക്ക് എത്തിച്ചേർന്നില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിപ്പോ കുറ്റം കുറവും ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരും മനസ്സിലാക്കാം. ഇനി നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഹിറ്റ് ആവാണെങ്കിൽ അല്ലേ? അതെ അതെ, ഹിറ്റല്ല. നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാർ കണ്ടാൽ മതി. നമുക്ക് അങ്ങനെ ഹിറ്റ് ആവണമെന്നൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ വേണമെന്നില്ല. ഉള്ള ആൾക്കാരെ എപ്പോഴും കണ്ടാൽ മതി. നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായാൽ മതി. നമുക്കൊരു ഫേക്ക് ആയിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഒട്ടേറെ സുഹൃത്തുക്കൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഫേക്ക് ആയിട്ടുള്ള അവരെ പോലെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് മതി 10 ആളാണെങ്കിൽ 10 ആളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി. പറയാനുള്ളത് നല്ല സിനിമകൾ കാണാൻ, നല്ല സിനിമകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് റീൽസിൽ മാത്രം ഇരുന്ന സിനിമ കാണാതെ ബിഗ് സ്ക്രീനിൽ ഇരുന്ന, അല്ലെങ്കിൽ ഫോണിലോ ടിവിയിലോ ഇരുന്ന സിനിമ കണ്ട് തന്റെ അഭിപ്രായങ്ങൾ. നമ്മളൊരു സുഹൃത്ത് സുനിൽ എന്നാണ് അവന്റെ പേര്. തിയേറ്റർ പ്രിന്റ് ഒക്കെ ഇരുന്ന് തുടരൊക്കെ തിയേറ്റർ പ്രിന്റ് കണ്ടിരുന്നു. അങ്ങനെയൊന്നും ആരും. അനീസ് പിന്നെ വേറെ പല സാധനത്തിന്റെയും പ്രിന്റാണ് ടിവിയിലിട്ട് കാണാറുള്ളത്. അറിവുകള് നമ്മള് ന്യൂസ് അണ്ണനെ പോലൊരു അണ്ണനാണ്. എന്തായാലും നമ്മൾ അതെല്ലാം രാത്രി ആയി കഴിഞ്ഞാൽ അതെ ഇവിടെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്രയും നേരം കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ സംസാരം വരുന്നതാണ്. അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സ്പോട്ടിഫൈ ആണെങ്കിൽ ഫോളോ ചെയ്യുക, റേറ്റ് ചെയ്യുക 5 സ്റ്റാർ. നമ്മുടെ പോഡ്കാസ്റ്റ്
ഇഷ്ടപ്പെട്ട Spotify സഹോദരങ്ങൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാ, നമ്മളെ പറ്റി പറയാ. ഈ പോഡ്കാസ്റ്റ് ആപ്പിൾ പോഡ്കാസ്റ്റിൽ വരുമോ? അതെ, നമ്മൾ എല്ലായിടത്തും വരുത്താൻ ശ്രമിക്കുന്നതാണ്. അതെ, നമുക്ക് അതിന്റെ സാങ്കേതിക തകരാറുണ്ട്, എന്തായാലും നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ പോഡ്കാസ്റ്റ് അവൈലബിൾ ആവും. അതെ, നമ്മളൊരു വീഡിയോ പോഡ്കാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് നമുക്ക് അതിന്റെ ഓരോന്ന് തീരുമാനിക്കാം. നിങ്ങളെല്ലാരും നല്ല സപ്പോർട്ട് നൽകുക. നമ്മൾ എന്ത് ചെയ്യും, ഇനി ഓഡിയോ ഒന്ന് മാറിയിട്ട് നമ്മള് വീഡിയോ കംപ്ലീറ്റ്ലി പറയാം. നമ്മളൊരു വീഡിയോ പോഡ്കാസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. വലിയ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, വലിയൊരു സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ അതെ, അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണമല്ലോ. നാളെ നമ്മൾ അതിനെ കുറിച്ച് ഷൂട്ട് ചെയ്യുമെന്നാണ് എന്റെ ഒരു തോന്നുന്നത്. നമുക്ക് ഇതിനെ പുറത്ത് സംസാരിക്കാം. നമുക്ക് ഇതിന്റെ പുറത്ത് സംസാരിക്കാം. നമ്മൾ ചെയ്യുന്ന എല്ലാവരും നമ്മളെല്ലാം പോഡ്കാസ്റ്റ് ഡിസ്കസ് ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണ് അത്. എന്തായാലും വരുമ്പോ അങ്ങനെ കാണാം. അപ്പൊ ഓക്കെ, ഇന്നത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു, ലവ് യു.